ഓം കർപ്പണ്യകോശോ ഭഗവസ്വഭാവകക്ഷാമിത്തം ധർമ്മസൂരജഗതശ്രേയസ്യാനിശ്ചിതം ദ്രൗഹിതന്മേ ശിഷ്യസേഹം ചാതിമാം താമ്രപന്നം നമോ ഭഗവതേ വാസുദേവായ നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തെ സാഷ്ടാംഗ പ്രണാമം. ഗീതയില് 15-ാം അധ്യായം പുരുഷോത്തമ യോഗത്തില് 10 ശ്ലോകം വരെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. ഇന്ന് 11-ാമത്തെ ശ്ലോകം തൊട്ട് 5 ശ്ലോകങ്ങളാണ് ചിന്തിക്കേണ്ടത്. യതന്തോ യോഗിനശൈന്യം പശ്യന്തി ആത്മന്യവസ്ഥിതം യതന്തോ അപകൃതാത്മനോ നൈനം പശ്യന്തി ചേതസഃ യദാദിത്യഗതം തേജോ ജഗൽ ഭാസയതി അഖിലം ചന്ദ്രമസ്യേറ്റാഗ്നോ തത്തേജോ വിധിമാമകം രാമാവശ്യത ഭൂതാനി ധാരായാമ്യകമോജസ പുഷ്ണാഭിച്ചൗഷധി സർവേ സോമോ ഭൂത്വാ രസാത്മക അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതക പ്രാണാപാന സമായുക്തക പജാമന്നം ചതുർവിധം സർവസ്യ രാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനമാപോഹനം ച വേദൈശ്യ സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത്തേവ വിദേവ ജാഹം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഉക്രാമന്തം സ്ഥിതം ഭാവി പുഞ്ചാനം വാ ഗുണാന്യതം വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷ. ഈശ്വരനെ ശരിക്ക് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അന്ധകരണ ശുദ്ധി വന്നാല് ജ്ഞാനദൃഷ്ടി തുറക്കും. ഈ ജ്ഞാനദൃഷ്ടി ലഭിച്ചവർക്ക് മാത്രമേ ഈശ്വരനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കൂ. അല്ലാത്തവർക്ക് ഉപരിപ്ലവമായിട്ട് ഈശ്വരൻ എന്താന്ന് അറിഞ്ഞാൽ തന്നെ അത് ഈശ്വരന്റെ ശക്തിയാണെന്ന് അനുമാനിച്ച് നിഗമനത്തിലെത്തുക എന്ന് പറയുന്നതും ജ്ഞാനദൃഷ്ടി ഇല്ലെങ്കിൽ സാധിക്കില്ല. ഇല്ലെങ്കിൽ ഭൗതിക തലത്തിൽ മാത്രം അതിനെ വിലയിരുത്തും. അത് മൂഢത്വമാണെന്നാണ് ഭഗവാൻ പറയുന്നത്. നമുക്ക് ഈ ജീവൻ കിട്ടിയിട്ടുള്ളതും ശരീരം കിട്ടിയിട്ടുള്ളതും നമ്മുടെ ഇന്ദ്രിയ ശക്തികൾ പ്രവർത്തിക്കുന്നതും എല്ലാം ആ ആത്മശക്തിയുടെ പ്രഭാവം കൊണ്ടാണ്. ആത്മശക്തി തന്നെയാണ് ഈ ശരീരത്തിൽ വസിക്കുന്നത്. ഈശ്വരൻ ശരീരത്തിന് നാഥനായ ജീവൻ തന്നെയാണ്. പക്ഷെ അത് ഭൗതിക തലത്തിൽ കണ്ടാൽ അത് ഈശ്വരനാണെന്നുള്ള ഭാവം നമുക്ക് ഉണ്ടാകില്ല. അത് മൂഢത്വമാണ്. അതാണ് പറഞ്ഞത്. അതുകൊണ്ട് യതന്തോ യോഗിനശൈന്യം പശ്യന്നാത്മനി അവസ്ഥിതം പശ്യന്താത്മന ആത്മന്യ അവസ്ഥിതം എന്ന് പറഞ്ഞാൽ യതന്തോ അപകൃതാത്മനോ നൈനം പശ്യന്തി ചേതസഃ. യതന്ത യോഗിന പ്രയത്നം ചെയ്യുന്ന യോഗികൾ ആത്മനി അവസ്ഥിതം തങ്ങളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഏനം പശ്യന്തി ഇവനെ കാണുന്നു. അകൃത ആത്മന അചേതസ ആത്മസംസ്കാരമില്ലാത്ത മന്ദബുദ്ധികൾ യതന്ത അഭി യജ്ഞിക്കുന്നവരാണെങ്കിൽ കൂടി ഏനം ന പശ്യന്തി ച ഇവനെ കാണുന്നില്ല. അതായത് ആത്മസാക്ഷാത്കാരത്തിനായിക്കൊണ്ട് പ്രയത്നം ചെയ്യുന്ന യോഗികൾ തങ്ങളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ആത്മാവിനെ ദർശിക്കും. ആത്മശുദ്ധി ഇല്ലാത്തവരും മന്ദബുദ്ധികളുമായവർ യജ്ഞിക്കുന്നവരാണെങ്കിൽ കൂടി ഈ ആത്മാവിനെ കാണുന്നില്ല. അന്ധകരണ ശുദ്ധിയും വിവേകവും ഇല്ലെങ്കിൽ അധ്യാത്മ രംഗത്തെ പ്രവർത്തനങ്ങളൊക്കെ വ്യർത്ഥമായി ഭവിക്കും എന്ന്, അഥവാ വിഫലമായി ഭവിക്കും എന്ന് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ആത്മബോധമില്ലാതെ നമ്മൾ ഭക്തനാണെന്നും പറഞ്ഞ് വേഷം കെട്ടി നടന്നാൽ അത് ആത്മസാക്ഷാത്കാരത്തിന് ഉതകില്ല. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഇവൻ ഭക്തനാണെന്നൊക്കെ തോന്നിക്കാം, പക്ഷേ അത് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കില്ല എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു 99% പ്രകടന ഭക്തി, പ്രത്യക്ഷ ഭക്തി എന്ന് പറയുന്ന ഈ അവസ്ഥയിലാണ്. നമ്മള് സത്സംഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടാകാം, സപ്താഹങ്ങളും ഭാഗവതം വായിക്കുന്നവരുണ്ടാകാം, നാരായണീയം വായിക്കുന്നവരുണ്ടാകാം. ഇതൊക്കെ ആധ്യാത്മിക രംഗത്തെ പ്രവർത്തനങ്ങളാണ്. ക്ഷേത്രകലകളുടെ പ്രയോഗം നടത്തുന്നവരുണ്ട്, ഇല്ലേ? ക്ഷേത്രകലകൾ പലതും അവതരിക്കുന്നുണ്ട്. ഭഗവാന്റെ കഥയൊക്കെ ഭംഗിയായിട്ട് പറയുന്നുണ്ടാവും. പ്രയത്നം സുലഭമാണ്. ബാലേ നാടകം, ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങൾ, സിനിമകൾ, ഇതൊക്കെ ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെ ഒരു തരത്തിൽ ആധ്യാത്മികമായിട്ടുള്ള പ്രയത്നങ്ങളാണ്. കാരണം
ഈശ്വരന്റെ വേഷം കെട്ടിയിട്ട് ആടണമെങ്കിലും ഒരു കഴിവ് വേണമല്ലോ. പക്ഷെ അത് ജീവിതത്തിൽ ഇല്ലാതെ വന്നാൽ എന്താ കുഴപ്പം? ജീവിതത്തിൽ യാഥാർത്ഥ്യത്തിലേക്ക് ആ ഈശ്വരന്റെ ഭാവത്തെ കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ ഈ പ്രയത്നങ്ങളൊക്കെ വ്യർത്ഥമായി ഭവിക്കും. ഭൗതികമായ നേട്ടങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കും, പക്ഷെ ശാശ്വതമായ പരിഹാരമാകില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് ആത്മസാക്ഷാത്കാരത്തിനായിട്ട് പ്രയത്നിക്കുന്ന വ്യക്തി തങ്ങളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഈശ്വരത്വത്തെ അറിയുന്നവരായിരിക്കണം. അതായത് തന്നിലുള്ള ഈശ്വരനെ അറിയണം, ഇല്ലേ? അപ്പോഴേ നമുക്ക് മറ്റുള്ളവരിലുള്ള, നമ്മൾ ഏത് കാര്യത്തിനും അതെ, ഒരു മടിയന് മാത്രമേ, ഞാൻ എന്നും തുടക്കം മുതലേ പറയുന്നു, ഒരു മടിയന് മാത്രമേ ഒരു മടിയനെ മനസ്സിലാക്കാൻ പറ്റൂ. ഒരു ദുഃഖിക്കുന്ന ആൾക്ക് മാത്രമേ ദുഃഖിക്കുന്ന ആളെ മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് അവര് പരസ്പരം ബോധവൽക്കരിക്കുന്നതും പരസ്പരം പങ്കുവയ്ക്കുന്നതും. അത് കാറ്റഗറൈസ് നമ്മൾ ചെയ്തു നോക്കാം. പണക്കാരോടെ കൂടുള്ളൂ, അല്ലേ? അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് എക്സിക്യൂട്ടീവ് ക്ലാസ്സിലുള്ളവരെ ആ സ്റ്റാൻഡേർഡിലുള്ളവരെ കൂടുള്ളൂ, അല്ലാത്തവരോട് കൂടുന്ന അവർക്ക് പറ്റില്ല. പാവപ്പെട്ടവരെ മനസ്സിലാക്കുന്നു, പക്ഷെ എന്നാലും വേണ്ടവത്തി മനസ്സിലാക്കുന്നുണ്ടോ? അതാണ് പ്രശ്നം. അപ്പം നമ്മളിലുള്ള ഈശ്വര ശക്തിയെ ഉണർത്തിയാൽ മാത്രമേ നമുക്ക് എല്ലാത്തിലും, നടപ്പിലും എടുപ്പിലും കാണുന്നതിലും കേൾക്കുന്നതിലും എല്ലാത്തിലും ഈശ്വര ശക്തിയെ കാണാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ തങ്ങളിലുള്ള ഈശ്വര ശക്തിയെ ഉണർത്തണം. അത് അനുഭവിച്ചറിയുന്നതാണ് ആത്മസാക്ഷാത്കാരം. ആത്മാവിനെ, ഈശ്വര ശക്തിയെ അനുഭവിച്ചറിയുന്നതാണ് ഈശ്വര സാക്ഷാത്കാരം. അത് തങ്ങളിൽ തന്നെ ഉള്ളത് അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പുറത്ത് സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. നിങ്ങളിലുള്ള ആത്മശക്തിയെ നിങ്ങൾക്ക് ഉണർത്താതെ ഒരു കാരണവശാലും നിങ്ങളുടെ ഈശ്വരനെ കിട്ടില്ല. അത് ഒരു നിമിഷത്തേക്കാണെങ്കിൽ നിങ്ങൾക്ക് സാധിച്ചാൽ അവിടെ നിങ്ങൾക്ക് അതിന്റെ ഫലം അനുഭവിച്ചറിയാൻ സാധിക്കും. അതെങ്ങനെ അനുഭവിച്ചറിയാം? അതാണ് നിങ്ങളിപ്പം വസന്താമ്മ തന്നെ പറഞ്ഞില്ലേ, ഇവിടെ വന്നിട്ട് പോയതിന്റെ പോസിറ്റീവ് എനർജി ഇപ്പോഴും നിലനിൽക്കുന്നു പറഞ്ഞാൽ ഇതാണ് ഈശ്വര സാക്ഷാത്കാരം. അതിന് ഞാനൊരു കേവലം നിമിത്തമായി എന്ന് മാത്രം. ഈ സ്ഥാനവും, നമ്മളെ അങ്ങനെയുള്ള സ്ഥാനങ്ങൾക്കും പ്രാധാന്യം ഉണ്ടെന്നാണ്. സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് വിളക്ക് വെച്ചാൽ അവിടെ ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ആവും, യാതൊരു സംശയമില്ല കാര്യത്തിൽ. സ്ഥിരമായിട്ട് വിളക്ക് വെക്കാതെ ഇരുന്ന് നാമം ജപിച്ചാലും അവിടെ പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ആവും. അവിടെ ആ ഏരിയ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും അവിടെ ഈശ്വര സാന്നിധ്യത്തെ. എന്നെ പോലുള്ളവർക്ക് കൃത്യമായിട്ട് പോസിറ്റീവ് എനർജി ഉണ്ട് തിരിച്ചറിയാൻ സാധിക്കും. ഒരു വ്യക്തിയിൽ പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ, അതായത് പോസിറ്റീവ് എനർജി എന്ന് പറയുന്ന ഈ ആത്മശക്തി അത് പ്രകടമാകുന്നുണ്ടെങ്കിൽ അവരുടെ കണ്ണിൽ നോക്കിയാൽ തിരിച്ചറിയാം. അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രകാശിക്കും. അങ്ങനെയുള്ളവർക്ക് എന്നെയും തിരിച്ചറിയാൻ സാധിക്കും. അതിന് ഒരു ഫോട്ടോയോ യൂട്യൂബ്, ഇപ്പൊ ഈ കർണാടക എന്ന് നിങ്ങൾ വന്നു പോയ എൻ്റെ പിറ്റേ ദിവസം വൈകുന്നേരം ഒരു ഫാമിലി വന്നു. ആ ഫാമിലി എൻ്റെ ഗീതാ പ്രോഗ്രാംസ് യൂട്യൂബിൽ കണ്ടിട്ട് അമ്പലത്തിൽ വന്നത് അന്വേഷിച്ച് പിടിച്ച് ഇവിടെ നടക്കുന്ന കാര്യം എന്താ ഇവിടെ അന്വേഷിച്ച് വന്നു. അവർ വൈകുന്നേരം കുറേ നേരം ഇരുന്ന് സംസാരിച്ചു, ജപത്തിലൊക്കെ പങ്കെടുത്തു. അപ്പൊ എങ്ങനെയാ കണ്ടപ്പോൾ തന്നെ അവരിവിടെ വന്നപ്പോൾ ഞാൻ പരിചയപ്പെടുത്തിയിട്ട് വന്നില്ല, അവരിങ്ങോട്ട് പറഞ്ഞു അതിനെപ്പറ്റി മുഴുവൻ എനിക്കറിയാം. അതിലൊരു കുട്ടി, 5 വയസ്സുള്ള കുട്ടിയാണ് യൂട്യൂബിൽ എടുത്തു കൊടുത്തേന്ന് പറഞ്ഞു. നോക്കിക്കോളൂ, അമ്മയ്ക്ക് കാണിച്ചു. അമ്മയാണ് ഭർത്താവിനെ, ഹസ്ബൻഡിനെ അപേക്ഷിച്ച് അമ്മ തന്നെയാണ്. അത് അവരുടെ എന്താ പറഞ്ഞ, അവരെല്ലാം തുറന്നു പറഞ്ഞു. ഒരു സമയത്ത് ഭർത്താവിനോടൊപ്പം ലിക്കർ വരെ ഉപയോഗിച്ചിരുന്ന സ്ത്രീയാ. പക്ഷെ എൻ്റെ പ്രോഗ്രാംസ് ഇല്ലെങ്കിൽ യൂട്യൂബിൽ 1-2 പ്രഭാഷണം കേട്ടതിന് ശേഷം അറിയാതെ തന്നെ അവർ ഡെഡിക്കേറ്റഡ് ഭക്തിയിലേക്ക് വന്നു. ഇതൊക്കെ നിർത്തി. എന്നിട്ട് അവര് ജീവിതത്തിലുണ്ടായ മാറ്റം നേരിട്ട് കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല. പക്ഷേ യൂട്യൂബിൽ കണ്ടിട്ട് ഈ കുട്ടി എടുത്തു കൊടുത്തതാ, ഇദ്ദേഹമാണ് ഈ പ്രഭാഷണം നടത്തുന്നതിനെ പറഞ്ഞ്. എന്നിട്ട് ആ കുട്ടി വന്ന് എന്നെ നമസ്കരിക്കുകയും ചെയ്തു. ഇതൊക്കെ എവിടെയാ പോസിറ്റീവ് എനർജി? ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്നത് തന്നിലുള്ള അതിന്റെ ഏറ്റവും ഇങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ സാധിക്കുന്ന എപ്പോഴാണ്? ഈ കുട്ടി
ദുർമാർഗത്തിൽ സഞ്ചരിച്ചതാണെങ്കിലും എല്ലാ എന്തോ ഒരു അനുഗ്രഹം കൊണ്ട് ഈശ്വരീയ ഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈശ്വരന്റെ ആത്മശക്തി ഈ കുട്ടിയിൽ ഉണർന്നപ്പോൾ പിന്നെ എവിടെയൊക്കെ ഈശ്വര ശക്തി ഉണ്ടോ അവിടെയൊക്കെ എത്തിപ്പെടാനും പ്രാർത്ഥിക്കാനും ഇവിടെ വരാതെ തന്നെ വരാഹമൂർത്തി ഭജിക്കാൻ തുടങ്ങിയ ആളാണ്. എങ്ങനെ ഇവിടെ കൂടിയോജിപ്പിച്ചേ? എന്നിട്ട് ഇവിടെ അമ്പലത്തിൽ വന്നിട്ടും ഇവിടെ അഡ്മിഷൻ പിടിച്ചു. അവരൊരു ദിവസം ഇവിടെ ദേവീകൃഷ്ണനെ താമസിച്ചു, പിറ്റേ ദിവസം പോയുള്ളൂ, പിറ്റേ ദിവസം ഇവിടെ വന്നിട്ടാ പോയി. ഇതൊക്കെയാണ് ആത്മസാക്ഷാത്കാരം കൊണ്ട് അനുഭവിച്ചറിയാന്ന് പറയും. ഇതാണ് ആത്മസാക്ഷാത്കാരം, ഇതാണ് ഈശ്വര സാക്ഷാത്കാരം. നിങ്ങൾക്ക് അനുഭവത്തിലൂടെ ഈശ്വരന്റെ പ്രഭാവത്തെ, ഈശ്വരൻ അവ്യക്ത സ്വരൂപ, നിങ്ങൾക്ക് പ്രത്യക്ഷത്തിലൊന്നും കാണാൻ പറ്റില്ല. കാര്യം ഇതില് പലരും കഥയിലൊക്കെ നമുക്ക് തോന്നും ദേവകി ശ്രീരാമന്റെ ജന്മത്തിലും കൗസല്യൊക്കെ ചതുർബാഹു രൂപമൊക്കെ കണ്ടിട്ടുണ്ട്, വസുദേവരും ദേവകിയും കണ്ടിട്ടുണ്ട്. നമ്മളിതേവരെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അനുഭവിച്ചു അറിയുന്നുണ്ട്. അതിനും കാണിച്ചു തരാനും അതിനും ഒരു യോഗ്യതയും പക്വതയൊക്കെ ഉണ്ട്. അപ്പോഴേ കാണിച്ചു തരൂ. അതെപ്പോഴാ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ. പക്ഷെ മെഡിറ്റേഷൻ നമ്മളിപ്പോ ഒരു വിഗ്രഹമൊക്കെ വെച്ചിട്ട് ധ്യാനത്തിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ വിഗ്രഹത്തിന്റെ അതേ രൂപത്തിൽ നമുക്ക് പ്രകാശിച്ച് നമ്മുടെ ജ്ഞാനമാകുന്ന കണ്ണു തുറന്നാൽ, ജ്ഞാനദൃഷ്ടി തുറന്നാൽ അവിടെ കാണാൻ പറ്റും. അത് കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോ ഒരു മാല ചാർത്തിയിട്ടുണ്ടെങ്കിൽ പോലും ആ മാല പോലും പ്രകാശ സ്വരൂപമായിട്ട് ഭഗവാന്റെ കഴുത്ത് കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ജ്ഞാനദൃഷ്ടി എന്ന് പറയുന്നത്. ആ ജ്ഞാനദൃഷ്ടി ലഭിച്ചിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പം? പിന്നെ ഈ ഭക്തിയുടെ ഉപരിപ്ലവമായിട്ട് ചെയ്യുന്ന പ്രത്യക്ഷ പ്രകടന ഭക്തികൾ, ഈ പാരായണങ്ങളും സത്സംഗങ്ങളും എന്തൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ, എത്രയൊക്കെ പ്രയത്നിക്കുന്നുണ്ടെങ്കിലും ആ പ്രയത്നങ്ങളൊക്കെ വിഫലമാകും. തന്നിലുള്ള ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ സാധിച്ചിട്ടില്ല. ഈശ്വരന്റെ കണ്ണിലൂടെ ഈശ്വരനെ കാണാൻ പറ്റും. അപ്പം അതുപോലെ എല്ലാ ഇന്ദ്രിയ ശക്തികളും ഈശ്വരനാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. അത് കൃത്യമായിട്ട്, അതാണ് ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനവസാദേ എന്ന് ഭഗവാൻ 6-ാം അധ്യായത്തിൽ പറഞ്ഞു. കർമ്മയോഗം കൊണ്ട്, നിത്യനൈമിത്യ കർമ്മത്തിലൂടെ നമ്മൾ ഈ ജപതപാദികളും യോഗയും പ്രാണായാമം ഒക്കെ ചെയ്യുന്ന എന്തിനാ? നമ്മളിലുള്ള ആത്മശക്തിയെ ഉണർത്തിക്കൊണ്ടുവരാൻ. അത് ഉണർന്ന് സ്റ്റേബിലിറ്റിയിൽ നിന്നാൽ നിങ്ങൾക്ക് പിന്നെ ചിന്തയും വാക്കും പ്രവൃത്തിയൊക്കെ അനുഭവത്തിലൂടെ ഈശ്വരനായിട്ട് മനസ്സിലാവും. പിന്നെ കാണുന്നതും കേൾക്കുന്നതും തൂണിലും തുരുമ്പിലും എല്ലായിടത്തിലും ഈശ്വരാംശത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ ഈശ്വര സാക്ഷാത്കാരത്തിന്റെ പ്രാധാന്യം എന്നർത്ഥം. അതിന് ആ ഒരു യോഗ്യതയിലേക്ക് എത്തണമെങ്കിൽ അന്ധകരണ ശുദ്ധിയും വിവേകവും ഉണ്ടാകണം. ആ അന്ധകരണ ശുദ്ധിയും വിവേകവും ഉണ്ടാകാനാണ് ഈ പറയുന്ന വേദവൈദിക കർമ്മങ്ങളും പൂജകളും യജ്ഞങ്ങളും യാഗങ്ങളും ജപതപാദികളും യോഗാനുഷ്ഠാനങ്ങളും പ്രാണായാമങ്ങളും എന്തൊക്കെ ചെയ്യുന്നുണ്ടോ, ഈ ചെയ്യുന്നതിൻ്റെ ഒക്കെ ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കാനാണ്. അതിന് അന്ധകരണ ശുദ്ധി ലഭിച്ചിട്ടില്ലെങ്കിൽ, അന്ധകരണ ശുദ്ധി ലഭിക്കാനാണ് ഈ നിത്യനൈമിത്യ കർമ്മത്തിൽ, കലിയുഗത്തിൽ ക്ഷിപ്രസാധ്യമാണ് ഈ അന്ധകരണ ശുദ്ധി ഉണ്ടാകാനാണ് സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ നാമം ജപിക്കാൻ പറയുന്നത്. നമ്മൾ ജപിക്കുന്ന നാമം നമ്മൾ തന്നെ കേൾക്കണം. യാന്ത്രികമായിട്ട് ഒരിക്കലും ജപിക്കരുത്. 10 മിനിറ്റ് ജപിച്ചുള്ളെങ്കിൽ നമ്മൾ ജപിക്കുന്നതും നമ്മൾ പറയുന്നതും ഒക്കെ കേൾക്കണം. ശ്രവണമാണ് ആദ്യത്തെ പടി. നമ്മൾ ജപിക്കുന്നത് തന്നെ നമ്മൾ കേട്ടില്ലേ പിന്നെ മറ്റുള്ളവരാരാ കേൾക്കുക? അവര് കേട്ടോ കേട്ടില്ലേ എന്നുള്ളത് നമ്മളെന്തിനാ പറയിടാകണം? നമ്മൾ ജപിക്കുന്നത്, നമ്മൾ പറയുന്നതും, നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും ആരോട് സംസാരിക്കുമ്പോഴും ആ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കാറുണ്ടോ? കേൾക്കണം. ഭക്തിയുടെ ആദ്യത്തെ പടിയാണ് ശ്രവണം. നമ്മളിലുള്ള ഈശ്വരനെ സാക്ഷാത്കരിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ്. നമ്മൾ എന്ത് ചിന്തിച്ചാലും എന്ത് പറഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും അതിൽ നമുക്കൊരു അവബോധം ഉണ്ടായിരിക്കും. നമ്മൾ അറിയാതെ എന്തെങ്കിലും പറഞ്ഞു, അയ്യോ ഞാൻ അറിയാതെ പറഞ്ഞു, അറിയാതെ ചെയ്തു, ഇതൊക്കെ പറയേണ്ടി ഇടവരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ശ്രദ്ധയില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ചെയ്യുകയോ പറയുകയോ ചെയ്യുമ്പോഴൊക്കെ എന്ത് ചെയ്താലും എന്ത് ചിന്തിച്ചാലും എന്ത് പറഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും
അതിൽ നമുക്ക് അവബോധം എന്ന് പറയുന്നത് ആത്മബോധത്തോടു കൂടി ചെയ്താൽ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് നമുക്ക് പറയേണ്ടി വരില്ല. അയ്യോ ഞാൻ അറിയാതെ പറഞ്ഞു, ഞാൻ അറിയാതെ ചെയ്തു, അറിഞ്ഞോ അറിയാതെ ചെയ്ത അപരാധം ക്ഷമിക്കണേ എന്നൊക്കെ അല്ലേ ഭഗവാനോടും പറയാ അല്ലേ? ചില കാര്യങ്ങൾ അറിഞ്ഞു ചെയ്യും, അറിയാതെ ചെയ്യും. അപ്പൊ അന്ധകരണശുദ്ധി വിവേകം ഉണ്ടാക്കാതെ കൊണ്ട് അങ്ങനെ വരണ. ഈ അറിഞ്ഞു ചെയ്യുന്നതും അറിയാതെ ചെയ്യുന്നതും എന്താ? മൂഢത്വം കൊണ്ടാ. യഥാർത്ഥത്തിൽ അറിയേണ്ടത് അറിയാത്തത് കൊണ്ടാണല്ലോ. അപ്പൊ അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിവിന്റെ ആളായി. പിന്നെ അറിയാനൊന്നും ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാകണം. എന്തൊന്നും അറിഞ്ഞാലാണോ പിന്നെ അറിയാൻ മറ്റൊന്നും ഇല്ലാത്ത അവസ്ഥ, അതാണ് യഥാർത്ഥ ജ്ഞാനദൃഷ്ടി എന്ന് പറയുന്നത്. അത് ഭഗവാന്റെ കൃപ കൊണ്ട് ലഭിക്കുള്ളൂ എന്ന് പറഞ്ഞു. തേഷാമേവാനുകമ്പാർത്തമനാശയന്നാത്മജാവസ്തു ജ്ഞാനദീപേന വാസത. ആ ജ്ഞാനദീപമാണ് ജ്ഞാനദൃഷ്ടി എന്ന് പറയുന്നത്. അത് നിത്യനൈമിത്യ കർമ്മത്തിലൂടെ അല്ലാതെ അന്ധകരണ ശുദ്ധി വരില്ല. അത് കൃത്യമായിട്ട് സ്വയം ചെയ്യണം. ഇതിന് ആൾട്ടർനേറ്റീവ് ഒന്നുമില്ല. പകരക്കാരനെ വെച്ചിട്ടൊന്നും ചെയ്താലൊന്നും നിങ്ങൾക്ക് സാക്ഷാത്കാരം നടക്കില്ല. ഇനി എത്ര പോയിട്ട് ആത്മസാക്ഷാത്കാരം ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വഴിപാട് നേർന്നിട്ട് കഴിച്ചാലും അതും പ്രയോജനമില്ല. നമ്മുടെ ശരീരത്തുള്ള ഈശ്വരനെ സാക്ഷാത്കരിക്കാതെ പിന്നെ നമ്മൾ പരിഹാരം മറ്റൊരാളെ കൊണ്ടില്ലേ, പുറത്തുള്ള ഈശ്വരനെ കൊണ്ട് എങ്ങനെ സാധിക്കും? പുറത്തില്ലല്ലോ ഈശ്വരൻ, അകത്തല്ലേ. അകത്തുണ്ടെന്ന് മനസ്സിലായില്ലേ പുറത്തുണ്ടെന്ന് മനസ്സിലാവുള്ളൂ. നമ്മൾ നേരെ തിരിച്ചാ, അകത്തെ കാര്യം സാക്ഷാത്കരിക്കില്ല, പുറത്തന്വേഷിച്ച് നടക്കുക. അപ്പൊ അതുകൊണ്ട് ആത്മസാക്ഷാത്കാരത്തിന് ശ്രമിക്കുന്നവര് അന്ധകരണ ശുദ്ധിയും വിവേകവും എപ്പോഴുണ്ടാകുന്നില്ലയോ അന്ന് വരെ, എത്ര ജന്മം എടുത്താലും വേണ്ടില്ല, അന്ധകരണ ശുദ്ധിയും വിവേകവും ഉണ്ടാകുന്നില്ല എങ്കിൽ ആധ്യാത്മിക രംഗത്തെ ഭക്തിയുത സേവനങ്ങളെല്ലാം, എല്ലാ പ്രയത്നങ്ങളും വിഫലമായി ഭവിക്കും എന്ന് ക്ലാരിഫൈ ചെയ്ത് തരുന്ന ശ്ലോകമാണ് 11ാമത്തെ ശ്ലോകം. പിന്നെ എങ്ങനെ അതിനെ അനുഭവിച്ചറിയാ? എങ്ങനെ നമ്മൾ അനുഭവിച്ചറിയണം എന്ന് പറഞ്ഞല്ലോ, അനുഭവിച്ചറിയണം. അതാണ് സാക്ഷാത്കാരം എന്ന് പറഞ്ഞത്. അത് പ്രകൃതിയിലും നമ്മുടെ ഉള്ളിലും നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രക്രിയകളിലും എങ്ങനെയൊക്കെയാണ് അത് അനുഭവിച്ചറിയാൻ സാധിക്കുക? അതാണ് ഇനി പറയുന്നത്. ആദിത്യഗതം തേജോ ജഗൽ ഭാസയതി അഖിലം ചന്ദ്രമസ്യേജോ വിധിമാമകം. ആദിത്യഗതം തേജോ, സൂര്യനുള്ള യാതൊരു തേജസ്, അഖിലം ജഗൽ ഭാസയതേ, അഖില ലോകങ്ങളെയും പ്രകാശിപ്പിക്കുന്നുവോ, ചന്ദ്ര അസീത് അഗ്നൗച, ചന്ദ്രനിലും അഗ്നിയിലും യാതൊരു തേജസ്സുണ്ടോ, തത്തേജ മാമകം വിധി, ആ തേജസ് എല്ലാം എന്റേതാണെന്ന് അറിഞ്ഞാലും. അഖില ലോകങ്ങളെയും പ്രകാശിപ്പിക്കുന്ന സൂര്യന്റെ തേജസ്സും ചന്ദ്രനിലെ തേജസ്സും അഗ്നിയിലുള്ള തേജസ്സും എന്റേതാണെന്ന് അറിഞ്ഞാൽ, ആദ്യം നമ്മൾ ഈശ്വരനെ തിരിച്ചറിയുന്ന സൂര്യനിലും ചന്ദ്രനിലും നമ്മളൊരു വിളക്ക് കത്തിച്ചാൽ അതിൽ അഗ്നിയിലും, നമ്മുടെ ശരീരത്തിലെ ജീവൻ സ്പന്ദിക്കുന്ന പോലെയാ ഒരു വിളക്ക് കത്തിച്ചാൽ അതിൻ്റെ നാളം അത് സ്പന്ദിച്ചുകൊണ്ടിരിക്കാം. എല്ലാവിധ പ്രകാശവും പരമാത്മാവിൻ്റെതാണെന്ന് അറിയുക. എവിടെ എന്തൊക്കെ പ്രകാശം ആണെന്നോ തേജസ് കാണുന്നുണ്ടോ, എവിടെ എന്തൊക്കെ ഗുണങ്ങൾ പ്രകടമാകുന്നുണ്ടോ, എവിടെ യഥാർത്ഥത്തിലുള്ള ആനന്ദം അനുഭവിക്കുന്നുണ്ടോ അവിടെയൊക്കെ ഈശ്വരന്റെ അനുഭവമാണ് അത്. നമ്മുടെ തന്നെ ശരീരത്തിലുള്ള ഗുണങ്ങൾ ഏത് തരത്തിലുള്ള ഗുണമായിക്കോട്ടെ, ആ ഗുണങ്ങൾ നിങ്ങൾ അനുഭവിച്ചറിയുന്നുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിലൂടെ ഏതെങ്കിലും സുഖം അനുഭവിച്ചറിയുന്നുണ്ടെങ്കിൽ, നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് പുറത്തുള്ളതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, സൂര്യചന്ദ്രന്മാര് ആയിക്കോട്ടെ, ഒരു അഗ്നി കത്തിച്ച അതിൻ്റെ വെളിച്ചമായിക്കോട്ടെ, അതൊക്കെ ഈശ്വരന്റെ ശക്തി കൊണ്ടാണ് എന്നറിയാം.
എല്ലാ വിധത്തിലുള്ള പ്രകാശവും എല്ലാ വിധത്തിലുള്ള എല്ലായിടത്തും പ്രകടമാകുന്ന ഗുണങ്ങളും ഒക്കെ ദൈവീയ സമ്പത്തിന്റെ പ്രഭാവമാണ്. അത് ആണ് ആദ്യം തിരിച്ചറിയേണ്ടത്. പിന്നെന്താ? ഗാമാവശ്യജ ഭൂതാനി ധാരായാമ്യക. ഇനി പ്രത്യക്ഷത്തുള്ള ഈശ്വരനെ വിശ്വസിക്കുള്ളൂ എന്നുള്ളത് സൂര്യനെ വെച്ചോളൂ. സൂര്യൻ പ്രത്യക്ഷമാണല്ലോ. സൂര്യൻ ഉദിച്ചു വരുമ്പോഴും കർണനെ പോലെ സന്ധ്യാവതനം കഴിഞ്ഞാൽ സൂര്യനെ പ്രാർത്ഥിക്കലുണ്ട് അല്ലേ? സൂര്യപുത്രനാണ്. അപ്പൊ ആ സൂര്യൻ പ്രത്യക്ഷമാണല്ലോ. സൂര്യനെ കണ്ട് സൂര്യനെ ഉപാസിച്ചോളൂ, ചന്ദ്രനെ ഉപാസിച്ചോളൂ. ചന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് മറിഞ്ഞു പോകും അല്ലേ? കറുത്ത പക്ഷവും വെളുത്ത പക്ഷവും ഉണ്ട്, സായിയായിട്ട് നിൽക്കില്ല. എന്നാലും ചന്ദ്രന്റെ പ്രകാശത്തെ ഉപാസിച്ചോളൂ, ചന്ദ്രനെ ഉപാസിച്ചോളൂ. നമുക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പം എന്താ? ഈ സൂര്യനെയും ചന്ദ്രനെയൊക്കെ മഴക്കാറ് വന്നാൽ മറച്ചു കളയും. എന്നാൽ നമ്മളൊരു വിളക്ക് കത്തിച്ച് വെച്ചാലോ? അപ്പോഴും പ്രശ്നമല്ലേ? അതിൽ എണ്ണയും തിരിയൊക്കെ നോക്കണം, എന്നാലേ അത് കത്ത് നിൽക്കുള്ളൂ. കത്തെപ്പോഴും പ്രകാശം നിൽക്കണമെന്നെങ്കിൽ അത് ശ്രദ്ധിക്കണമല്ലോ. അപ്പൊ അതേപോലെ നമ്മുടെ ശരീരത്തിലുള്ള ജീവാത്മാവ് പ്രകാശ സ്വരൂപമായിട്ട് നിൽക്കുന്നത് അതേ സംഗതി തന്നെയാണ്. സൂര്യന്റെയും ചന്ദ്രന്റെയും അഗ്നിയുടെയും പ്രകാശമായിട്ട് നിൽക്കുന്നത് നമ്മുടെ ശരീരത്ത് തന്നെ ഉണ്ടല്ലോ. അതിനെ അനുഭവിച്ചറിയൂ. നമ്മളിലുള്ള എല്ലാ ഗുണങ്ങളും പ്രകടമാകുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇന്ദ്രിയ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് ഞാൻ എൻ്റെ എന്ന് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഈ ശരീരത്തിലെ ഓരോ ചലനങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ, അതൊക്കെ ഈശ്വരനാണെന്ന് കണ്ടാൽ മതി. അതുകൊണ്ടാണ് പ്രകൃതിയിൽ നിന്ന് മനസ്സിലാക്കുക. ഗാമാവശ്യജ ഭൂതാനി, നമുക്ക് ചുറ്റുവട്ടം ഉള്ളതൊക്കെ ഈശ്വരനായിട്ട് കാണണം. അതാണ് സൂര്യനെയും ചന്ദ്രനെയും അഗ്നിയെയും ഒക്കെ ഈശ്വരനായിട്ട് കാണാൻ പറയുന്നത്. അതൊക്കെ ഭഗവാൻ തന്നെയാണ്. ഇനി അന്നോടെ പറയാണ് പ്രകൃതിയെ പറ്റി. ഗാമാവശ്യജ ഭൂതാനി ധാരായാമ്യകമോജത്ത പുഷ്ണാപി ചൗഷധി സർവേ സോമോ ഭൂദ്വാരസാത്മക. അഹം ഗ ആവശ്യ, ഞാൻ ഭൂമിയിൽ പ്രവേശിച്ചിട്ട് ഓജസ്സ ഭൂതാനി ധാരയാമി, ഓജസ് കൊണ്ട് ജീവജാലങ്ങളെ ധരിച്ചു കൊണ്ടിരിക്കുന്നു. രസാത്മക സോമ ഭൂത്വ, രസാത്മകമായിരിക്കുന്ന രസാത്മകനായിരിക്കുന്ന ചന്ദ്രനായി ഭവിച്ചിട്ട് സർവ ഔഷധി പുഷ്ണാഭി ച, സകല ഔഷധവർഗങ്ങളെയും പോഷിപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ ഭൂമിയിൽ പ്രവേശിച്ചിട്ട് എന്റെ ഓജസ് കൊണ്ട് ജീവജാലങ്ങളെ ധരിച്ചു കൊണ്ടിരിക്കുന്നു, നിലനിർത്തുന്നു. ധരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ നിലനിർത്തുക. രസസ്വരൂപമായിരിക്കുന്ന ചന്ദ്രനായി ഭവിച്ചിട്ട് സകല സസ്യവർഗങ്ങളെയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു. സകല സസ്യവർഗങ്ങളിലെ ഔഷധ ഗുണം അഥവാ അന്നഗുണം, നമ്മള് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഭക്ഷണം അന്നം എന്ന് പറയുന്ന അത് ശരീരത്തെ പോഷിപ്പിക്കാനുള്ള ശക്തി ഉണ്ടെങ്കിൽ അത് ഈശ്വരന്റെ ശക്തിയാണ്. അതായത് ചന്ദ്രന്റെ ശക്തി, ചന്ദ്രപ്രകാശത്തിൽ നിന്നാണ് സസ്യലതാദികൾക്ക് ഈ ശരീരത്തെ പോഷിപ്പിക്കാനുള്ള ഔഷധ ഗുണത്തെ കൊടുക്കുന്നത്. നമ്മൾ അന്നമായിട്ട് കരുതിയിട്ട് ആ അന്നത്തെ, അന്നം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താ? സസ്യലതാദികളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് അന്നം എന്ന് പറയുന്നത്. ആ അന്നം കഴിച്ചാൽ നമ്മുടെ ശരീരം പോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ, ആ സസ്യലതാദികളെ പോഷിപ്പിക്കുന്നത് ഔഷധ ഗുണത്തോടു കൂടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാനുള്ള ശക്തിയോടുകൂടി അതിനെ നിലനിർത്തുന്നത് ചന്ദ്രപ്രകാശമാണ്. ഇനി ഒന്നോടെ വ്യക്തമായി പറയാ, ഇതിൽ പറയാത്ത സത്യം ചിലതുണ്ട്. സൂര്യന്റെ ശക്തിയെ പറ്റി പറഞ്ഞു. ഈ സൂര്യനാണ് പകൽ സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ വലത്തു ഭാഗത്തോടെയാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രവർത്തനോർജ്ജത്തെ അഥവാ സയൻസ് പരമായിട്ട് പറഞ്ഞാൽ വിറ്റാമിൻ ഡി തരുന്നത്. നമ്മള് ഇപ്പൊ മഴക്കാറ് വ്യാപിച്ച് സൂര്യനെ മറച്ചിരിക്കുകയാണെങ്കിലും വേണ്ടില്ല, ഇപ്പൊ മഴ പെയ്തുകൊണ്ടിരിക്കുക മഴക്കാറുള്ള സമയമാണെങ്കിലും വേണ്ടില്ല, പകൽ സമയത്ത് സൂര്യന്റെ ശക്തിയുടെ പ്രഭാവം കൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ പോഷണം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പകൽ സമയത്ത് കിടന്നുറങ്ങരുത് എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ കിടന്നുറങ്ങിയ ശരീരത്തിൽ സൂര്യന്റെ ശക്തി ആര് സ്വീകരിക്കും? നിങ്ങളുടെ ശരീരവും മനസ്സും ബുദ്ധിയും ഒക്കെ മയങ്ങിപ്പോയാൽ പിന്നെ ആരാ അത് സ്വീകരിക്കുക? അതിന്റെ അധികാരി ആരാ? ഉത്തരവാദിത്തം ആർക്കാ? അതുകൊണ്ടാ പകൽ കിടന്നുറങ്ങരുത്.
എന്ന് പറഞ്ഞതിന്റെ കാര്യം. ഇനി രാത്രി കാലത്ത് ചന്ദ്രപ്രകാശത്തിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിന് രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സസ്യലതാദികളെ മാത്രമല്ല അന്നമയമായ ശരീരത്തെ വരെ പോഷിപ്പിക്കുന്ന ചന്ദ്രപ്രകാശത്തിൽ. നമ്മൾ പോലും അറിയാതെ ഈ വേലിയേറ്റവും പ്രകൃതിയിൽ ഉണ്ടാകുന്ന നമ്മുടെ ശരീരത്തിനും ഉണ്ടാകും ഈ കറുത്തവാവും വെളുത്തവാവും, ഈ കറുത്ത പക്ഷവും വെളുത്ത പക്ഷവും അതിന്റെ തിഥി അനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിനും അനുഭവിച്ചറിയാൻ സാധിക്കും. വളരെ മൈന്യൂട്ടായിട്ട് ശ്രദ്ധിച്ചാൽ അറിയാം. അപ്പൊ ഔഷധ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന അന്നപാനാദികൾക്ക് അതിനുള്ള പ്രതിരോധ ശക്തിയാണ് ഔഷധ ഗുണം എന്ന് പറയുന്നത്. അതായത് രോഗങ്ങളൊന്നും വരാതെ പ്രകൃത്യാ തന്നെ നമ്മുടെ ശരീരത്തെ, ജീവജാലങ്ങളുടെ ഒക്കെ ശരീരത്തെയും സസ്യലതാദികളെ സംരക്ഷിക്കുന്ന, കേടുവരാതിരിക്കാൻ പ്രകൃത്യാ തന്നെ ഒരു ഔഷധ ഗുണം കിട്ടുന്നുണ്ട്. അത് ചന്ദ്രപ്രകാശത്തിൽ നിന്നാണ് കിട്ടുന്നത്. അത് എത്ര ക്വാണ്ടിറ്റി എത്ര ക്വാളിറ്റി വേണോ അതനുസരിച്ചുകൊണ്ടാണ് കറുത്ത പക്ഷം 15 ദിവസം ചന്ദ്രന്റെ പ്രകാശത്തിന്റെ ശക്തി കുറഞ്ഞു വരികയും പിന്നത്തെ 15 ദിവസം അതിന് അപ്ഗ്രേഡേഷൻ പൂർണ്ണതയിലേക്ക് എത്തുന്ന അവസ്ഥയും. അത് എത്ര ക്വാളിറ്റി കിട്ടണമോ അതനുസരിച്ചുകൊണ്ടാണ് എന്ത് ശാപം കിട്ടിയിട്ടാണെന്നോ ഏതൊക്കെ തരയിലായാലും വേണ്ടില്ല, ഇത് പ്രകൃതിക്ക് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഒരു ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന ഭഗവാന്റെ സിസ്റ്റം. അപ്പൊ നമുക്ക് ജന്മനാൽ തന്നെ ഈ ശരീരത്തിന് നമ്മളെ നിന്നല്ല എല്ലാ സസ്യലതാദികളും മറ്റു ജീവജാലങ്ങൾക്കും കിട്ടിയിരിക്കുന്ന ശരീരം പ്രകൃതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആ പ്രകൃതി സംബന്ധമായിട്ട് തന്നെ ഈ രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള ബാക്ടീരിയാസും വൈറസുകളും ഇല്ലേ, അതിനുള്ള കൊതുകുകളും അടക്കമുള്ളതൊക്കെ സൃഷ്ടിയിലുള്ളതാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കൺസിക്വൻസീസ് ഉണ്ടായാലും അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഔഷധ ഗുണത്തെ നമുക്ക് പ്രകൃതി തന്നെ നൽകുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തെ കീപ്പപ്പ് ചെയ്യുന്നത് നമ്മുടെ തോന്നിവാസം കൊണ്ടോ നമ്മുടെ ഇഷ്ടത്തിനൊന്നുമല്ല, പ്രകൃതി തന്നെ അതിനൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെ നിലനിർത്താൻ വേണ്ടിയിട്ട്, പരിപോഷിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട്. ആ പ്രതിരോധ ശക്തി നമ്മൾ പ്രകൃതിദത്തമായിട്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ ഈ ശരീരത്തിന് പിന്നെ കൃത്രിമമായിട്ടുള്ള ഔഷധങ്ങളൊന്നും സ്വീകരിക്കേണ്ടി വരില്ല. ഇനി അലോപ്പതി ഒരു മരുന്നുണ്ടാക്കിയാൽ അതിലും ഉണ്ടല്ലോ ഒരു ഔഷധ ഗുണം. ഇതെവിടുന്നാ കിട്ടിയത്? ഈ അലോപ്പതിയിൽ ഉണ്ടാക്കുന്ന ഹോമിയോ മരുന്നായിക്കോട്ടെ ആയുർവേദമായിക്കോട്ടെ ഏത് തരത്തിലുള്ള ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളും അതും ഈ സൃഷ്ടിയിൽ തന്നെ ആണല്ലോ സൃഷ്ടിക്കുന്നത്. അല്ലാതെ കൃത്രിമമായിട്ടോ ഉണ്ടാക്കുന്നതാണെങ്കിലും അതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടെത്തിയിരിക്കുന്നത്, അത് കൂട്ടിച്ചേർത്തിരിക്കുന്നത്, അതിൽ ഔഷധ ഗുണത്തെ കണ്ടിരിക്കുന്നത് ഈ ചന്ദ്രന്റെ ശക്തി കൊണ്ട് തന്നെ അതിലും ഒരു ഔഷധ ഗുണത്തെ ഉണ്ടായി. ഒരാളൊന്ന് കണ്ടുപിടിച്ചു, ഞാൻ പറയാറുണ്ടല്ലോ എന്തെങ്കിലും കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു, ഇല്ലാത്തത് എങ്ങനെ കണ്ടുപിടിക്ക? എന്തോ അറിഞ്ഞിരുന്ന് കണ്ടുപിടിച്ചു എന്നല്ലേ പറയണേ. അപ്പൊ ഏത് ശക്തിയാണെങ്കിലും എന്ത് പ്രതിരോധ ശക്തിയാണെങ്കിലും ഔഷധ ഗുണമാണെങ്കിലും ഓരോ ചെടികളിലും ഒന്നും വേസ്റ്റ് ആയിട്ട് ഭഗവാൻ ഉണ്ടാക്കിയിട്ടില്ല. ഒരു തരത്തിൽ അത് നമ്മളത് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഒന്നും പരസ്പരം ഭാവയന്തക എന്ന ഒരു സിസ്റ്റത്തിലാണ് ഈ പ്രകൃതിയുടെ ഒരു പുൽക്കൊടി വരെ ഉണ്ടായിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം അതിലെ ഗുണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലർക്ക് എല്ലാവർക്കും പറ്റുന്ന തരത്തിൽ യോജിച്ചതനുസരിച്ച് ഉപയോഗിക്കാൻ നടത്താം. ഇല്ലേ, പട്ടിയുടെ ഒക്കെ വയറ് ഇല്ലേ, പൂച്ചയുടെ ഒക്കെ വയറ് കേടായാൽ അത് തന്നെ കൃത്യമായിട്ട് പ്രകൃതിയിൽ നിന്ന് അതിന് പറ്റിയ പുല്ല് തെരഞ്ഞു പിടിച്ചിട്ട് അത് തിന്നുന്ന കാണാമല്ലോ, അല്ലേ? അപ്പൊ അതുകൊണ്ട് ചന്ദ്രന്റെ ശക്തിയിൽ നിന്നാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും സ്വാദിഷ്ടമാക്കുന്ന രസം എന്ന പ്രക്രിയ അല്ലെങ്കിൽ രസം ഉണ്ടാകുന്നത്. ഇതാണ് അന്നമയമായ രസം എന്ന് പറയുന്നത്. അതേ ശക്തി തന്നെയാണ് നാക്കുകൊണ്ട് നമുക്ക് ആ സ്വാദറിയാൻ സാധിക്കുന്നത് രസത്തിന്റെ. ഇത് ചന്ദ്രന്റെ സൃഷ്ടിയാ, ചന്ദ്രന്റെ പ്രൊഡക്റ്റാണ് ഈ രസം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഔഷധ ഗുണമായിട്ട് പറയുക. സ്വാദിഷ്ടമായി തോന്നാത്ത ഭക്ഷണം നമ്മൾ കഴിക്കുമോ? ഇല്ലല്ലോ. അവരവർക്ക് യോജിക്കുന്ന വിധത്തിൽ ഇഷ്ടമുള്ളതാണെങ്കിലും അത് തെരഞ്ഞു പിടിച്ച് നമ്മൾ കഴിക്കും, ഇല്ലേ? ഇല്ലെങ്കിൽ അത് പ്രൊഡക്റ്റ് ചെയ്ത് സൃഷ്ടിച്ച് കഴിക്കാനും സാധിക്കും. മനുഷ്യനതാണല്ലോ ഗുണം. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് ഈ പ്രകൃതിയിലെ ഇൻഗ്രീഡിയൻസ് കൂട്ടിച്ചേർത്ത് നമുക്ക് ഇഷ്ടമുള്ളത് അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പാചകം ചെയ്തുണ്ടാക്കാം.
മനസ്സിൽ പിടിക്കാത്ത ഭക്ഷണം കഴിച്ചാൽ അത് വയറിന് പിടിക്കില്ല, ദഹനക്കേടുണ്ടാക്കും. അപ്പൊ പരസ്പരം കണക്റ്റഡ് ആണെന്ന് അർത്ഥം. അപ്പൊ അതുകൊണ്ട് രസസ്വരൂപനായിരിക്കുന്ന ചന്ദ്രൻ ആയി ഭവിച്ചിട്ട് സകല സസ്യവർഗങ്ങളെയും പരിപോഷിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇത് വല്ലപ്പോഴും ചെയ്യുന്ന കാര്യമൊന്നുമില്ല, നിരന്തരം ഇന്ന് ഈ പ്രോസസ്സ് നടക്കുന്നുണ്ടല്ലോ. ഇനി നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറുക. ഇപ്പൊ പ്രകൃതിയെ പറഞ്ഞ സൂര്യനെ, ചന്ദ്രനെയും അഗ്നിയെ പുറത്തുള്ളത് പറഞ്ഞു. പിന്നെ ആ സൂര്യചന്ദ്രന്മാർ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ സ്വാധീനം ചെലുത്തുന്നു പറഞ്ഞു. നമ്മുടെ അഗ്നിയും നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ട്. നിരന്തരം ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിയാണ് ശരീരം. അതിനെ കൺട്രോൾ ചെയ്യാനാണ് 1/2 ഭാഗം ജലം നിറച്ചു വെച്ചിരിക്കുന്നത്. ആ ജലം നിറച്ചു വെച്ചിട്ടുണ്ടെങ്കിലും ഒരു ഊഷ്മം അഗ്നിയുടെ ആ ബാലൻസിങ് കീപ്പപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ. ആ ചൂട് കൂടിയാലും പ്രശ്നം, കുറഞ്ഞാലും പെടാം അല്ലേ. നമ്മുടെ ഒരു പനി വന്നാൽ തന്നെ ചൂട് കൂടിയൊന്നല്ലേ നോക്കാം, ഉഷ്ണം എത്രമാത്രം ഉണ്ടെന്നാ നോക്കുക. അത് കൂടിയാൽ പനിയായല്ലോ, കുറഞ്ഞാലും പ്രശ്നം. അപ്പം ഭൂമി അതേ സിസ്റ്റം തന്നെ, അകത്തൊരു അഗ്നിഗോളം ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ കൺട്രോൾ ചെയ്യാൻ, ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് 2/3 ഭാഗം ഭൂഗർഭത്തിൽ ജലം ബാലൻസ് ചെയ്ത് നിർത്തിയേക്കുന്നത്. അത് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. അത് കുറവ് വരുമ്പോഴാണ് മഴ പെയ്ത് അത് കീപ്പപ്പ് ചെയ്യാം, ബാലൻസ്. അപ്പൊ എല്ലാം ഈ ഭയങ്കര സിസ്റ്റാണ്. നമ്മൾ ഗഹനമായിട്ട് ചിന്തിച്ചാണല്ലോ ഈ ഈശ്വരന്റെ പ്രകൃതിയുടെ ശക്തി എന്ന് പറഞ്ഞാൽ അത് നമുക്കൊന്നും നമ്മുടെ എന്താ പറഞ്ഞ ചിന്താ പരിധിയിലൊന്നും വരില്ല. അത്രമാത്രം ഗഹനമായൊരു സിസ്റ്റമാണ്. എങ്ങനെ ഇതൊക്കെ എനിക്ക് ചിലപ്പോൾ അത്ഭുതം, അതിശയം, ആശ്ചര്യപച്ചിതൊക്കെ എന്തൊരു സിസ്റ്റമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ശ്വാസം എടുത്താൽ തന്നെ അതിനെ, ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു ശ്വാസകോശത്തിൽ പോയി ശുദ്ധീകരിച്ചാൽ അത് 5ആയിട്ട് തിരിഞ്ഞ് ശരീരത്തെ മുഴുവൻ കീപ്പപ്പ് ചെയ്യുക. ഓരോ നിമിഷവും നമ്മുടെ ഉറക്കത്തിൽ പോലും നടക്കുക. ഇപ്പൊ ഈ ചന്ദ്രന്റെ രസത്തിന്റെ ഔഷധ ഗുണത്തെ പ്രകൃതിയിലെ സസ്യലതാദികൾക്ക് മാത്രമല്ല നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ ഗാഠനിദ്രയിൽ കിടന്ന് ഉറങ്ങിയാലും വേണ്ടില്ല, അത് എത്രണ്ട് ക്വാളിറ്റി വേണോ അതിന്റെ രസം നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു, നമ്മൾ അറിയുന്നില്ല. ഇനി അത് നേരിട്ട് കിട്ടുന്നില്ല എന്ന് വെച്ചോളൂ, എന്നാലും നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടല്ലേ കിടക്കുക. അപ്പൊ അന്നപാനാദികളിൽ ഉപയോഗിക്കുന്ന സസ്യലതാദികളിൽ നിന്നുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിലെല്ലാം ഇതിന്റെ രസമുണ്ടല്ലോ. എങ്ങനെ നോക്കിയാലും ഈശ്വരൻ ശക്തി നമ്മളെ പുറത്തുള്ളത് എടുത്ത് ദിവസവും ഉപയോഗിക്കുന്നുണ്ട്. അത് സൂര്യചന്ദ്രന്മാരായിക്കോട്ടെ, അഗ്നി ആയിക്കോട്ടെ, സസ്യലതാദികളായിക്കോട്ടെ, അന്നപാനാദി ആയിക്കോട്ടെ, പ്രകൃതിയിൽ നിന്ന് നമ്മളിത് സ്വീകരിച്ചുകൊണ്ടായിരിക്കണേ. ഇനി അത് സ്വീകരിച്ചാൽ പിന്നെ എന്താ ചെയ്യാ? അതിനകത്തും ശരീരത്തിനകത്തും ഭഗവാൻ പ്രവേശിക്കുന്നത് എങ്ങനെയാണെന്ന് ഇനി പറയാണ് 2 ശ്ലോകത്തിലൂടെ. ഒന്ന്, അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണാപാന സമായുക്ത പചാമന്നം ചതുർവിധം. അഹം പ്രാണിനാം ദേഹം, ഞാൻ പ്രാണികളുടെ ദേഹത്തെ ആശ്രിത വൈശ്വാനര ഭൂത്വാ, ആശ്രയിച്ച് അഗ്നി ജഡരാഗ്നി ആയിട്ട് ഭവിച്ചിട്ട് പ്രാണാപാന സമായുക്ത, പ്രാണൻ അപാനൻ എന്നിവയോട് ചേർന്ന് ചതുർവിധം അന്നം പച്ചാമി, 4 വിധമായിരിക്കുന്ന അന്നത്തെ പചിക്കുക എന്ന് പറഞ്ഞാൽ ദഹിപ്പിക്കുക. ഞാൻ ജീവികളുടെ ദേഹത്തിൽ ജഡരാഗ്നിയായിട്ട് വർത്തിച്ച് പ്രാണൻ അപാനൻ എന്നീ വായുക്കളോട് ചേർന്ന് 4 വിധമായിരിക്കുന്ന അന്നത്തെ ദഹിപ്പിക്കുന്നു. 4 വിധമായിരിക്കുന്ന അന്നം എന്ന് പറയുന്നത് എന്തൊക്കെയാ? ഖാദ്യം, കടിച്ചു തിന്നുന്നവ; ചോഷ്യം, ചവച്ച് രസത്തെ മാത്രം ഇറക്കുന്നവ. കരിമ്പും ജ്യൂസൊക്കെ കഴിക്കുന്ന പോലെ, കരിമ്പ് നേരിട്ട് തിന്നാലേ ചവച്ചരച്ചിട്ട് അതിന്റെ രസം എടുക്കൂ. ലേഹ്യം, നക്കി തിന്നുന്നവ. പേയം, കുടിക്കേണ്ടവ. ഇതാണ് 4 വിധം അന്നം എന്ന് പറയുന്നത്. ഇത് 4 വിധത്തിലുള്ളത് കഴിച്ചാലും ഒരു തരത്തിൽ നമ്മള് ഈ 4 വിധത്തിലും ഒരു ദിവസം ആഹാരം കഴിക്കുന്നു അല്ലേ. നല്ല സാമ്പാർ കിട്ടാ കൈ നക്കി തുടയ്ക്കും അല്ലേ. നല്ല പായസം കണ്ടാലും അല്ലേ. പിന്നെ കടിച്ചു പൊട്ടിച്ച് തിന്നുന്നതും തിന്നും അല്ലേ. എങ്ങനെയൊക്കെ എന്തൊക്കെ തിന്നാലും മൂക്ക് മുട്ട ഭക്ഷണം കഴിച്ചാലും വേണ്ടില്ല,
എന്നിട്ട് മൂക്കുമുട്ട സ്ഥലകാല ബോധം ഇല്ലാതെ ഊർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുമ്പോഴാ ഈശ്വരൻ 100% നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കാം അല്ലെ? നമ്മള് ഈ പഴയ കാലത്തെ 2 പേര് നിന്നിട്ട് ആ നെല്ല് കുത്തുന്ന കണ്ടിട്ടുണ്ടോ? ആൾട്ടർനേറ്റീവായിട്ട്. ഇതാണ് പ്രാണൻ, അപാനൻ. ഈ 2 പേരാണ് ഉലക്കുകൊണ്ട് ഈ എന്തൊക്കെ കഴിച്ചാലും വേണ്ട ഈ 4 വിധത്തിലുള്ള ഭക്ഷണത്തെ വെടിച്ച് നുറുക്കിച്ച് സാംശീകരിച്ച് അവിടെ അതിനൊരു ലിക്വിഡ് ഫോം ചെയ്ത് കൊടുക്കുന്നുണ്ട്, ജഠരാഗ്നി എന്ന് പറയും. അത് കൂടെ ചേർന്ന് അതും കൂടെ മിക്സ് ആകുമ്പോഴാണ് പിടിച്ച് ഇതിനെ ദഹിപ്പിക്കാൻ സാധിക്കുക. നമ്മൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമ്പോഴാണ് നടക്കണത്. അപ്പൊ ജഠരാഗ്നിയായിട്ട് നമ്മുടെ ശരീരത്തിൽ ഈ ജഠരാഗ്നിക്ക് യാതൊരു പക്ഷഭേദവും ഇല്ല കേട്ടോ. നിങ്ങൾ നോണ കഴിച്ചതെന്ന് പറഞ്ഞാലും മത്സ്യ കഴിച്ചതെന്ന് പറഞ്ഞാലും ഇനി സാത്വിക ഭക്ഷണ കഴിച്ചതെന്ന് പറഞ്ഞാലും സസ്യാഹാരം കഴിച്ചാലും വേണ്ടില്ല, എന്ത് കഴിച്ചാലും വേണ്ടില്ല, അതിനെയൊക്കെ ഇടിച്ച് നുറുക്കി ശരിയാക്കും. അവിടെ ജഠരാഗ്നിക്ക് യാതൊരു പക്ഷഭേദമില്ല. ഞാൻ നോൺ കഴിക്കാത്ത ആളാ, അതുകൊണ്ട് എന്റെ ശരീരത്തിന് പിടിക്കില്ല, ഞാൻ ജഠരാഗ്നി നോണൊന്നും ദഹിപ്പിക്കില്ല എന്നത് പറയില്ല. ഞാൻ സസ്യാഹാരിയാണ്, അതുകൊണ്ട് എൻ്റെ ശരീരത്തിന്റെ ഉടമ സസ്യാഹാരിയാണ്, അതുകൊണ്ട് വേണ്ടാത്ത കഴിച്ചാൽ ഞാൻ ദഹിപ്പിക്കില്ല എന്ന് ഒരു വയറും പറയാറില്ല. എത്ര കൃത്യമായിട്ടാ കാര്യങ്ങൾ നടക്കണേ. 100% ഈശ്വരശക്തി പ്രവർത്തിക്കുന്നത് ഈ ദഹിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രാണന്റെ, നമ്മൾ എടുക്കുന്ന ശ്വാസത്തിന്റെ ശക്തി കൂടി, അതാണ് ഗ്യാസ് ഫോം ആകുന്നതൊക്കെ. അറിഞ്ഞോ അറിയാതെയാണെങ്കിലും ഈ ഗ്യാസ് കുറച്ച് ഇതിന്റെ ഉള്ളിൽ ഗ്യാപ്പിൽ കയറും. എന്നിട്ട് ഈ ഗ്യാപ്പിൽ കയറുന്ന വായുവാണ് പ്രാണനും അപാനുമായിട്ട് വർക്ക് ചെയ്ത് ഈ ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ ജഠരാഗ്നിയോട് കൂടെ ചേർന്നിട്ട് പ്രവർത്തിക്കും. അപ്പൊ ഓരോ പ്രാണനും ഓരോ വായുവിനും അതിൻ്റെതായ ഡ്യൂട്ടിയുണ്ട്, ജഠരാഗ്നിക്കുണ്ട് അതിൻ്റെതായ ഡ്യൂട്ടിയുണ്ട്. ഓരോരുത്തരും ചെയ്യേണ്ട ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യും. അത് കൂടി ചെയ്യും കൂടെ ചെയ്യുമ്പോഴാണ്, ഇതാണ് കർമ്മത്തിന്റെ വ്യവസ്ഥ ഞാൻ പറയാറുള്ളത്. അവനവൻ ചെയ്യേണ്ട അവനവൻ ചെയ്യണം, മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കണം, കൂടി ചെയ്യേണ്ടത് കൂടി ചെയ്യണം. നമ്മളൊരു ഭക്ഷണം കഴിച്ചാൽ ഈ 3 വിധത്തിലുള്ള കർമ്മവും അവിടെ നടക്കുന്നുണ്ട് വയറ്റിന്റെ ഉള്ളിലേ. ആ പ്രാണൻ എന്ന് പറയുന്ന വായു ചെയ്യേണ്ട കാര്യം പ്രാണവായു ചെയ്യും, അപാനവായു ചെയ്യേണ്ട കാര്യം അപാനവായു ചെയ്യും, ജഠരാഗ്നി ചെയ്യേണ്ട കാര്യം ജഠരാഗ്നി ചെയ്യേണ്ടി വരും. ഇത് 3 പേരും കൂടെ കൂടി പ്രവർത്തിക്കുമ്പോഴാ നമ്മള് കഴിച്ച ഭക്ഷണമൊക്കെ ദഹിപ്പിച്ച് രാവിലെ ആകുമ്പോഴത്തേനും അതിന്റെ പ്രോട്ടീൻസും ശരീരത്തിന് സ്വീകരിക്കേണ്ടതൊക്കെ എസൻസ് ഒക്കെ വലിച്ചെടുത്ത് അത് എത്തേണ്ട സ്ഥാനത്തൊക്കെ പ്രാണൻ എത്തിച്ചോളും. പുറത്തേക്ക് തള്ളേണ്ടത് ഡ്യൂട്ടി ചെയ്യുന്നത് അപാനവായുവാണ്. നമ്മൾ മൂത്രമായിക്കോട്ടെ മലമായിക്കോട്ടെ പുറത്തേക്ക് തള്ളുന്ന ജോലി ആരുടെയാ? അപാനവായുവാണ്. എത്ര കൃത്യമായിട്ടാ നമ്മുടെ ഈ ശക്തി ഈശ്വരനാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് അറിയാത്ത ആൾക്ക് പുറത്തുള്ള ഈശ്വരനെ എങ്ങനെ കാണും? ഇതൊക്കെ നമ്മുടെ കേമത്വം കൊണ്ടാണ് നടക്കുന്നതെന്നുള്ള വിചാരം തന്നെ മൂഢത്വമാണ്. ഇനി ഭക്ഷണം കഴിക്കാതെ ഒന്നും കഴിക്കാതെ പട്ടിണി കിടന്നാലോ നിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കില്ല. ഇത് മാത്രമല്ല, നിങ്ങൾ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഉപവാസം നോക്കുമ്പോഴേ ഈ ഉപവാസത്തില് ജലപാനം ഇല്ലാതെ ഒരിക്കലും ഇല്ലെങ്കിൽ അതിനൊരു ശീലം ഉണ്ടാക്കണം. എന്നാല് ജഠരാഗ്നി സംയമനത്തിൽ എത്തിച്ചാൽ പിന്നെ ജഠരാഗ്നി കുഴപ്പമുണ്ടാക്കില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആള്, ഒരു നേരം കഴിക്കുന്ന ആള് കഴിക്കാതിരുന്ന വിശപ്പുണ്ടാകുന്നത് എന്തിനാ? ഈ ജഠരാഗ്നി പ്രൊഡക്റ്റ് ആയാലേ അതിനെന്തെങ്കിലും ദഹിപ്പിക്കാൻ കിട്ടണം, ഇല്ലെങ്കിൽ അത് പ്രശ്നം ഉണ്ടാക്കും. വയറ്റിന്റെ ഭിത്തി, കുടൽ ഭിത്തിയൊക്കെ ദഹിപ്പിക്കും, അത്ര ശക്തിയാ. ഇത് സ്ഥിരമായിട്ട് നിങ്ങൾ ആൾട്ടർനേറ്റീവ് ന്യൂട്രലൈസേഷന് വേണ്ടിയിട്ട് ജലമെങ്കിലും കുടിക്കാതെ ഉപവാസം നോക്കിയാൽ നിങ്ങൾ അൾസർ രോഗിയായിട്ട് മാറും. അൾസർ എന്ന് പറയുന്നത് ഈ കുടലിനെ ജഠരാഗ്നി ദഹിപ്പിക്കാൻ തുടങ്ങിയാൽ അവിടെ പരിക്കളുണ്ടാവും. മുറിവുണ്ടായാൽ പിന്നെ അത് പഴുക്കാനൊക്കെ തുടങ്ങൂലേ. ഇത് അൾസറായിട്ട് മാറണേ. അപ്പം സമയത്ത് ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ട്. അല്പം മാത്രമായാലും ഒന്നുമില്ലെങ്കിലും ഇപ്പൊ ഞാനിപ്പോ ഫാസ്റ്റിംഗ് ഒക്കെ നടക്കണമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വിശപ്പ് തോന്നിയാൽ ജലം കുടിക്കും. അത് ജഠരാഗ്നി, വിശപ്പുണ്ടാകുന്ന എന്താ, ജഠരാഗ്നി പ്രൊഡക്ഷൻ ഉണ്ടാവും.
ദഹിപ്പിക്കാൻ ഭക്ഷണം കിട്ടാതെ വരുമ്പോഴാണ് വിശപ്പെന്ന് പറയുന്ന പ്രതിഭാസം നമ്മൾ അനുഭവിച്ചറിയാം. അപ്പം എന്തെങ്കിലും ശകലം ന്യൂട്രലൈസേഷന് വേണ്ടിയിട്ട് ഇതിന്റെ ജഠരാഗ്നിയെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ കുറച്ച് ജലം കുടിച്ചാൽ മതി. എന്തെങ്കിലും ജ്യൂസോ ഇല്ലെങ്കിൽ പഴം കഴിക്കോ ഇല്ലെങ്കിൽ വെറും വെള്ളം കുടിച്ചാലും മതി ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാം. ആസിഡിനകത്തൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ അത് അതിന്റെ ശക്തി കുറയില്ലേ? ഇതൊരു അസിഡിറ്റിയാ ജഠരാഗ്നി എന്ന് പറയുന്നത്. അപ്പൊ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ, ഈ വക പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ കേമത്വം കൊണ്ടോ നമ്മുടെ ടെക്നോളജിയുടെ കേമത്വം കൊണ്ടോ ഒന്നും അല്ല. ഈ പ്രകൃതി എന്ന് പറയുന്നത് തന്നെ പ്രകൃതീശ്വരൻ, പ്രധാന പുരുഷേശ്വരനാണ് പ്രകൃതീശ്വരൻ. സഹസ്രാമത്തിൽ ഒരു പേരുണ്ടല്ലോ ഗുരുവായൂരപ്പന്, പ്രധാന പുരുഷേശ്വരൻ, പ്രധാന പുരുഷേശ്വര എന്ന്. ഈ പ്രധാന പുരുഷേശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രകൃതിയുടെ ഈശ്വരൻ എന്നർത്ഥം. നമ്മുടെ ശരീരത്തിലെ ഈ പ്രകൃതി സിസ്റ്റം, പ്രകൃതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ശരീരത്തെ കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഈശ്വര ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് ജഠരാഗ്നിയായിട്ട് ഒരു റുട്ടീൻ. നമ്മുടെ ശരീരത്തുണ്ടാകുന്ന കോശങ്ങൾ പോലും 100-150 ദിവസമാണ് ഒരു കോശം പ്രൊഡക്ഷൻ ആയാൽ അതിന്റെ ആയുസ്. നമ്മൾ പോലും അറിയാതെ അത് മരിച്ചു പോയിട്ട് പുതിയ കോശം ഉണ്ടാകുന്നുണ്ട്. ഈ പുതിയ കോശം ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ അന്നങ്ങളെ, അന്നമയമായ ശരീരത്തെ അന്നം കൊണ്ടാണ് റീപ്രൊഡക്ഷൻ നടക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥം നിന്ന് ശരീരത്തെ പോഷിപ്പിക്കുന്ന വിധത്തിൽ അത് പ്രവർത്തിക്കുന്നു. അത് എത്ര ക്വാളിറ്റി വേണോ, അമിതമായാൽ ഫാറ്റായി മാറും, കൊഴുപ്പായിട്ട് മാറും, അപ്പൊ തടി കൂടും. അതുകൊണ്ടാ പറഞ്ഞ മിതമായ ആഹാരം കഴിക്കണം. യുക്താഹാര വിഹാരസ്യ യുക്ത ചേഷസ്സു കർമ്മത്വ യുക്ത സ്വപ്ന അവബോധസ്യ യോഗോ ഭവതി ദുഃഖക. എല്ലാ കാര്യത്തിലും പ്രകൃതി സിസ്റ്റം അനുസരിച്ചുകൊണ്ട് അമിതമാകാതെ ബാലൻസ് ചെയ്ത് പോകണം. അതാണ് യുക്താഹാര വിഹാരസ്യ. ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്ലോകം എനിക്ക്, എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സ്വഭാവം അനുസരിച്ച്, നമ്മുടെ ഇഷ്ടാനുസരങ്ങൾ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യത്തിലും ഒരു കൃത്യനിഷ്ഠ, ഭക്തി, വിവേചന ശക്തി, നിത്യനൈമിത്യ കർമ്മത്തിലും ഒരു സിസ്റ്റം നടപ്പാക്കണം. അത് നിങ്ങൾക്ക് ജീവിതത്തിൽ ദുഃഖത്തെ ഹനിച്ചു കളയും, ദുഃഖമില്ലാതെ വരും. അതാണ് യുക്താഹാര വികാരസ്യ യുക്ത ചേഷസ്സു കർമ്മസ്. നമ്മൾ സ്വാർത്ഥ താല്പര്യമായാലും വേണ്ടില്ല, നമുക്ക് പറ്റുന്ന രീതി, നമ്മൾ ചെയ്യേണ്ട രീതി, നമ്മൾ ഭജിക്കുന്ന രീതി, നിത്യനൈമിത്യ കർമ്മങ്ങൾ ചെയ്യേണ്ട ആഹാര രീതി, വികാരം, നമ്മൾ ഒരാളോട് ഇടപെടുന്നതും തിരിച്ചു വരുന്നതും എന്തൊക്കെയാണോ നിങ്ങളുടെ ആക്ഷൻസ് നടക്കുന്നത്, അത് കംപ്ലീറ്റ് നമുക്ക് യുക്തിക്കനുസരിച്ചുകൊണ്ട്, നമ്മുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് ചിട്ടപ്പെടുത്തി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ദുഃഖം എന്ന് പറയുന്ന സംഗതി ഉണ്ടാകില്ല. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി വെച്ചോളൂ. നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കുമ്പോഴല്ലേ അത് എനിക്ക് പറ്റില്ല എന്ന്. നിങ്ങൾക്ക് പറ്റിയത് നിങ്ങൾ ഉണ്ടാക്കുള്ളൂ. ആരാ പറഞ്ഞ വേണ്ടെന്ന്? വേറെ അടുപ്പ് കത്തിക്കണ്ടേ? വേറെ അടുപ്പ് കത്തിക്കാൻ ഇപ്പൊ എന്താ പ്രശ്നം? ഇന്ന് ഗ്യാസ് ആകുമ്പോ അവരവരുടെ വീട്ടില് റൂമിൽ വെച്ചോളൂ ഗ്യാസ്, ഇല്ല ഇൻഡക്ഷൻ കുക്കർ വെച്ചോളൂ. അവരവർക്ക് പറ്റിയത് വേണ്ടത് എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കി പറയാ. എന്തെങ്കിലും മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് അവരുണ്ടാക്കി തരുന്നത് ഇഷ്ടമല്ല എന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് അത് തന്നെ ദുഃഖത്തിന് കാരണമാവില്ലേ? എന്നിട്ട് ഇഷ്ടമില്ലാത്ത ഭക്ഷണം കഴിച്ചിട്ട് എനിക്കത് പിടിക്കില്ല എന്ന് പറഞ്ഞിട്ട്, അപ്പൊ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതനുസരിച്ച് ജീവിക്കാനാണ് ഭഗവാൻ പറഞ്ഞത്. നിങ്ങൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പോരുത്. ഡിപ്പെൻഡ് ചെയ്താലാണ് പ്രശ്നം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്വത വരണം. ഒരു പക്വത വന്നാൽ നിങ്ങൾ എവിടെ പോയാലും, ഏത് കഴിച്ചാലും, എന്ത് കഴിച്ചാലും എന്താ പറഞ്ഞേ, അവിടെയൊക്കെ നിസ്സംഗ ഭാവം കൊണ്ട് ന്യൂട്രലൈസേഷൻ നിങ്ങൾക്ക് സാധിച്ചാൽ എവിടെ പോയാലും നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, എല്ലാം അഡ്ജസ്റ്റ് ആയി പോകും. ഞാനിപ്പോ ആ ഒരു ലെവലിലെത്തി. എവിടെ ചെന്നാലും അവരോടൊപ്പം കൂടാൻ പറ്റും. ഇതാണ് നിസ്സംഗത എന്ന് പറയുന്നത്. നമുക്കത് പിടിക്കില്ല, ഇത് പിടിക്കില്ല, എൻ്റെ അടുത്തിരുന്ന് അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, എനിക്ക് ഇഷ്ടമില്ലാത്ത എൻ്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കരുത്, ഇങ്ങനെ എന്തൊക്കെയാ നമുക്ക് സ്വഭാവം. ഇപ്പൊ ചിലര് നിങ്ങൾ നോൺ വെജിറ്റേറിയൻ കഴിക്കില്ല എന്ന് വെച്ചിട്ട് ചിലപ്പോൾ വീട്ടിലുള്ളവരെല്ലാവരും കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് പറ്റില്ലല്ലോ. ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. ഉണ്ടാക്കി കൊടുത്തോളൂ. നിങ്ങൾ നിസ്സംഗമായിട്ട് അവരുടെ ഇഷ്ടത്തിന്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് കുടുംബത്തിൽ പ്രശ്നം ഇല്ലാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ഇഷ്ടങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു മെന്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ടായാൽ നിങ്ങൾക്ക് വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവില്ല.
നിങ്ങളെ ആരും വെറുക്കില്ല. ഈ തൊട്ടനും പിടിച്ചവനും ഒക്കെ ഈ പറയുന്ന എതിർപ്പ് പ്രകടിപ്പിക്കുക, അഭിപ്രായം പറയുകയൊക്കെ ചെയ്യുമ്പോൾ വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അത് ശത്രുത ഉണ്ടാക്കും. ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുള്ളൂ, വേണമെങ്കിൽ നീ ഉണ്ടാക്കി കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ശത്രുത ഉണ്ടാവുമല്ലോ. അപ്പം മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് തൻ്റെ ഇഷ്ടങ്ങളെ ത്യജിക്കാൻ സാധിച്ചാൽ അതൊരു പക്വത വന്നു കഴിഞ്ഞാൽ പിന്നെ എവിടെ ചെന്നാലും സുഖ, ആരുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു മനോഭാവം ഉണ്ടായാലോ ബാക്കിയുള്ളവർ നിങ്ങളെ തേടി വരും. അതും കൊണ്ടേ ഉണ്ട് ഒരു പോസിറ്റീവ്. നിങ്ങൾ മറ്റുള്ളവരുടെ ഇഷ്ടമൊക്കെ അറിഞ്ഞുകൊണ്ട് അവരുടെ ദുഃഖസുഖത്തിലും ദുഃഖത്തിലും ഒക്കെ അവരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് മാറിയാലുണ്ടല്ലോ നിങ്ങളെ അന്വേഷിച്ച് വരും, അല്ലേ? വരും, യാതൊരു സംശയമില്ല. ഭഗവാനെ എല്ലാവരും തേടി നടക്കുന്നത് അതുകൊണ്ടല്ലേ. നമ്മൾ ആ തന്മയ ഭാവത്തിലേക്ക് എത്തിയാൽ നമ്മളും അങ്ങനെ ഒരാളായി മാറും. ഭഗവാനെ എന്തുകൊണ്ടാണ് എല്ലാവരും അന്വേഷിച്ച് നടക്കുന്നത്? ഏത് ജാതി മതിപ്പെട്ടതാലും കടുത്ത ദുഃഖം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് ഭഗവാന്റെ വഴി തന്നെയാവും. ജ്യോത്സ്യനെ പോയി കണ്ടാലും പറയുന്നത് ദൈവാധീനം മറിഞ്ഞു നിൽക്കുന്നു, ദൈവാധീനം കൂട്ടാനുള്ള വഴികളല്ലേ അവരും പറഞ്ഞു തരുന്നത്. നിങ്ങൾക്കൊരു പ്രശ്നം ഇല്ലെങ്കിലോ നിങ്ങൾ ആരെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? ഒരു പ്രശ്നക്കാരൻ്റെ അടുത്ത് പോകേണ്ടാവില്ല. നിങ്ങൾക്ക് പ്രശ്നം കൂടുമ്പോഴല്ലേ പ്രശ്നക്കാരൻ്റെ അടുത്ത് പോകുന്നത്. അത് പ്രശ്നക്കാരൻ്റെ അടുത്ത് പോയാൽ വേറൊരു പ്രശ്നം ഉണ്ടാവും. നിങ്ങളുടെ പ്രശ്നമൊക്കെ മാറ്റി വെച്ച് വേറെ പ്രശ്നമാവും, അല്ലേ? പ്രശ്നം വെക്കണതിന് മുമ്പ് തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറ്റി അമ്പലത്തിൽ അവിടെ തർക്ക വിതർക്കങ്ങൾക്ക് വിധേയമായിട്ട് ഒരു പ്രശ്നം വെക്കല് പറഞ്ഞു, സ്വർണം പ്രശ്നം. ഞാൻ ആദ്യമേ പറഞ്ഞു പ്രശ്നമാകും. എന്നെ വിളിച്ച് പറഞ്ഞുമില്ല. സാധാരണ ഉരാമ സ്ഥാനമുള്ളവർക്ക് ആശ്രമങ്ങളെ പ്രശ്നമൊക്കെ എന്നെ വിളിച്ച് പറയണം, അത് പറഞ്ഞിട്ടില്ല. ഞാൻ എന്നെ അറിയിച്ചവരോട് ഞാൻ പറഞ്ഞു, അത് പ്രശ്നമാവും കേട്ടോ. പ്രശ്നമായി. പ്രശ്നം തീരുമാനിച്ച ഡേറ്റ് തന്നെ ശരിയല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാ? അത് ആരുടെ നിർബന്ധത്തിന് വെച്ചാൽ അയാള് എവിടുന്നോ വന്നതാണ്, ഗൾഫിൽ വന്നതാണ്, ഗൾഫിലെത്തി ദ്വീപ് കഴിഞ്ഞ് പോവുക. അപ്പൊ അത് അയാളുടെ സൗകര്യത്തിനാ പ്രശ്നം വയ്ക്കുക. അത് പ്രസിഡന്റ് ആയിക്കോട്ടെ സെക്രട്ടറി ആയിക്കോട്ടെ, അയാളുടെ സൗകര്യത്തിനാണോ പ്രശ്നം വയ്ക്കുക? ജ്യോത്സ്യൻ അത് പറയണ്ടേ? ഇങ്ങനെയൊക്കെ പ്രശ്നത്തിന്റെ മുകളിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തിനാണെന്നാണ് മനസ്സിലാകുന്നത്. അപ്പം നമ്മൾ യുക്തിസഹജമായിട്ട് തീരുമാനങ്ങൾ എടുത്ത് വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്താൽ അത് നമുക്ക് ആർക്കും പ്രശ്നം ഉണ്ടാക്കില്ല, ആർക്കും ദുഃഖം ഉണ്ടാക്കില്ല. അതാണ് ഭഗവാൻ പറഞ്ഞത്, യുക്താഹാര വികാരസ്യ കർമ്മസു യുക്ത സ്വപ്ന അവബോധസ്യ. അവബോധം എന്ന് പറയുന്നതാണ് ആത്മബോധം. ആത്മബോധത്തോടു കൂടി നിങ്ങൾ കൃതകൃത്യമായിട്ട് കൃത്യനിഷ്ഠ, ഭക്തി, വിവേചന ശക്തി, ദൃഢനിശ്ചയത്തോടു കൂടി അവനവന്റെ കാര്യം, അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക, ചെയ്യിപ്പിക്കുക. കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ കൂടി ചെയ്യുന്ന കർമ്മങ്ങളും കൃത്യമായിട്ട് ചെയ്യാനുള്ള മനസ്സിൽ ഉണ്ടാക്കിയെടുത്താൽ അവിടെ ദുഃഖം എന്ന് പറയുന്നത് ഉണ്ടാകുന്ന പ്രശ്നമില്ല. പ്രശ്നം ഉണ്ടായാൽ ദുഃഖമാവും. പ്രശ്നമേ ഒന്നുമില്ലെങ്കിൽ പിന്നെ ദുഃഖമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതിനുള്ള എന്താ ഏറ്റവും വലിയ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് പറയാ. ഇതിനെല്ലാം അടിസ്ഥാനം എന്താണെന്ന് പറയാണ്. അതും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് ഭഗവാൻ പറയാ. തന്നിലുള്ള ഈശ്വരനെ സാക്ഷാത്കരിക്കൂ എന്ന് പറഞ്ഞില്ലേ? അതെന്തിനാ വേണ്ട? 15ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്താ? സർവസ്യ ജാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്പതിജ്ഞാനമാബോഹനം ച വേദൈശ സർവൈരഹമേവ വേദ്യോ വേദാന്തകൃദേവ വിദേവജാഹം. അഹം സർവസ്യ ഹൃദി, ഞാൻ എല്ലാറ്റിൻ്റെയും ഹൃദയത്തിൽ. എല്ലാറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രാണികളുടെയും എന്നർത്ഥം. തൂണിലും തുരുമ്പിലും സ്ഥാപന ജംഗമ വസ്തുക്കളിൽ, ചരങ്ങളിലും അചരങ്ങളിലും ഹൃദയസ്ഥാനത്ത് സന്നിവിഷ്ട എന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥിതി ചെയ്യുന്നവനാണ്. മത്തസ്മൃതിജ്ഞാനം, എന്നിൽ നിന്നാണ് നിങ്ങൾക്ക് ഓർമ്മയും അറിവും. ആബോഹനം ച, മറവിയും ഉണ്ടാകുന്നത്. സർവൈ വേദൈ, എല്ലാ വേദങ്ങളാലും. വേദ്യ ച അഹം, അറിയപ്പെടേണ്ടവനും ഞാൻ തന്നെ. വേദാന്തകൃത്ത്, വേദാന്ത കർത്താവും. വേദവിത്ത് ച, വേദജ്ഞനും. അഹം ഏവ, ഞാൻ തന്നെയാകുന്നു.
അതായത് ഞാൻ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. എന്നിൽ നിന്നാണ് ഓർമ്മയും അറിവും മറവിയും ഉണ്ടാകുന്നത്. എല്ലാ വേദങ്ങളാലും അറിയപ്പെടേണ്ടവൻ ഞാൻ തന്നെയാണ്. അതുകൊണ്ട് വേദാന്ത കർത്താവും വേദജ്ഞനും ഞാൻ തന്നെയാണ്. വേദം എന്ന് പറഞ്ഞാൽ തന്നെ അറിവ്. അത് തിരിച്ചിട്ടാൽ എന്താവും? ദേവം. അപ്പൊ ദേവൻ തന്നെയാണ് എല്ലാം അറിയുന്നവൻ. അതുകൊണ്ട് വേദജ്ഞനും വേദാന്ത കർത്താവും ഭഗവാൻ തന്നെയാണ്. അറിവിന്റെ ആ സോഴ്സ് എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. അത് നമ്മുടെ ശരീരത്തില് ഹൃദയത്തിൽ എന്ന് പറഞ്ഞാൽ പമ്പ് ചെയ്യുന്ന ഹൃദയമല്ല. അത് മനസ്സിലാക്കണം. നമ്മൾ ഹൃദയം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ പമ്പ് ചെയ്യുന്ന ഹാർട്ടിനെ ഉദ്ദേശിക്കുന്നത്. ഹാർട്ടല്ല, പമ്പ് ചെയ്യുന്ന ഹാർട്ടല്ല ഈശ്വരനിരിക്കുന്ന സ്ഥലം. ഹൃദയസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാ? ഹൃദയസ്ഥാനം എന്ന് പറയുന്നത് ആജ്ഞാചക്രമാണ്. ആജ്ഞാചക്രത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് അറിവും, ഏത് തരത്തിലുള്ള അറിവും പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നത് ഈ ഭഗവാൻ തന്നെയാണ്. അത് ഭൗതികമായിക്കോട്ടെ, നമ്മൾ ഇന്ന് ഈ ഭൗതികമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും ടെക്നോളജിയും എന്തൊക്കെ അണവും ബോംബ് വരെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതും അറിവിൽപ്പെടുന്നതാണ്. ആധ്യാത്മികമായിട്ടുള്ള അറിവാണ്. അതിലേറ്റവും ശ്രേഷ്ഠമായ അറിവെന്ന് പറയുന്നത് ശാശ്വതമായ ഈശ്വരനെ പറ്റി അറിയുന്ന അറിവാണ് ഏറ്റവും വലിയ അറിവ്. അപ്പം അറിവിന്റെ ആസ്ഥാനവും ഭഗവാൻ തന്നെയാണ്. പിന്നെ ഇനി അറിഞ്ഞ കാര്യം മറന്നു പോകുന്നുണ്ടെങ്കിൽ അതും ഭഗവാൻ തന്നെയാണ്. ആ മറന്നുപോയ കാര്യം ഓർമ്മ കിട്ടുന്നുണ്ടെങ്കിൽ അതും ഭഗവാൻ തന്നെയാണ്. അപ്പൊ നമ്മുടെ തന്നെ ഹൃദയത്തിൽ ഭഗവാൻ ഇരുന്നു കൊണ്ട് നമുക്ക് അറിവും ഓർമ്മയും മറവിയും ഉണ്ടാക്കി തരുന്നത് ഈശ്വരൻ തന്നെയാണ്. അല്ലേ? നമ്മൾ ഇന്നലെ സുഖമായിട്ട് കിടന്നുറങ്ങി എന്ന് പറയുന്നു. സ്ഥലകാല ബോധം ഇല്ലാതെ കിടന്നുറങ്ങണം, അല്ലേ? എഴുന്നേറ്റ് വരുമ്പോ നമ്മൾ എവിടെയാ കിടക്കുന്നതെന്നൊക്കെ ഓർമ്മ വരും. ആരാണ് എന്താണെന്നുള്ള പേരും കാര്യങ്ങളും ഒക്കെ ഓർമ്മ വരുന്നല്ലേ? ഇന്നും വേണ്ട, ഇനി എന്തെങ്കിലും ചെയ്യാൻ പോയെ നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് നേരെ അടുക്കളയിൽ പോയിട്ട് ചായ ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ ഈ അടുക്കള എവിടെയാണെന്ന് അറിയണം, ഇല്ലേ? തീ കത്തിക്കാനുള്ള സാധനം എവിടെയാണെന്ന് അറിയണം, ഗ്യാസും ലൈറ്ററും എവിടെയാണെന്ന് അറിയണം, ചായപ്പൊടി എവിടെയാണെന്ന് അറിയണം, പഞ്ചസാര എവിടെയാണെന്ന് അറിയണം, വെള്ളം എവിടെയാണെന്ന് അറിയണം. ഇതൊക്കെ എവിടുന്ന ഓർമ്മ കിട്ടുക? ഇനി വേണ്ട, ആദ്യം പല്ല് തേക്കാൻ പോകാം, എന്നാ പേസ്റ്റും ബ്രഷും ഒക്കെ എവിടെ ഇരിക്കണമെന്ന് ഓർമ്മ വേണ്ടേ? എങ്ങനെ തേക്കാന്ന് ഓർമ്മ വേണ്ടേ? ഇങ്ങനെ നിസ്സാരമായ കാര്യങ്ങൾ പോലും നമ്മളെ ഓരോ ചുവടും ജീവിതം നയിക്കുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാക്കി തരുന്നത് ഭഗവാൻ തന്നെയാണ്, അല്ലാതെ വേറെ ആരെങ്കിലും അല്ല. മറന്നുപോയ കാര്യം ഓർപ്പിച്ചു തരുന്നത് ഭഗവാനാണ്. ഏത് തരത്തിലുള്ള അറിവ് കിട്ടുന്നുണ്ടെങ്കിൽ ആ അറിവ് നമുക്ക് സ്വയം ഉണ്ടല്ലോ. ഒരു പയറ് വിത്തിന് പോലും അറിവുണ്ട്, ഇല്ലേ? പയറ് വിത്ത് കൊണ്ടുപോയി മണ്ണിൽ കൊണ്ടിട്ടാ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ മുളച്ചു വന്ന് അത് എന്താക്കണം, പയറായിട്ട് തന്നെ മാറുള്ളൂ, അല്ലേ? അതിനുള്ള അറിവ് ഈ പയറ് വിത്തില്ലേ? ഒരു കടുമണിയിലില്ലേ? അതുകൊണ്ട് എല്ലാ പ്രാണികളിലും ഞാൻ വസിക്കുന്നു എന്ന് പറഞ്ഞത്. ഈ കടുകോ വിത്തോ ഇട്ടാലേ ചിലപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന 10 ദിവസത്തിനൊക്കെ സാധാരണഗതിയിൽ മുളച്ചു വരും. അത് ചിലപ്പോൾ മുളയ്ക്കാൻ മറന്നു പോകും. എന്നിട്ട് കുറേ ദിവസം കഴിയുമ്പോൾ ഇത് പൊട്ടി മുളയ്ക്കുകയും ചെയ്യും. അപ്പൊ ഈ പയർവിത്തിനും ഇല്ലേ ഓർമ്മയില്ലായ്മയും മറന്നു പോകലും ഒക്കെ. ചില വിത്തിന് അങ്ങനെയുണ്ട് പ്രത്യേകത. നമ്മൾ അത് പോയി ചീഞ്ഞു പോയിട്ടുണ്ടാവും വിചാരിക്കും. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടി മുളയ്ക്കുകയും ചെയ്യും. ഇങ്ങനെ സകല ജീവജാലങ്ങൾക്കും ഈ പറയുന്ന അവസ്ഥ ത്രയം എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് പോലും അറിവും മറവിയും ഓർമ്മയും കിട്ടുമ്പോഴാണെന്നർത്ഥം. ഇതും അറിവ് വരുന്ന സത്വഗുണത്തിൽ നിന്ന്, അത് ഓർമ്മ വയ്ക്കുന്ന രജോ ഗുണത്തിൽ നിന്ന്, അത് മറന്നു പോകുന്നത് തമോ ഗുണത്തിൽ നിന്ന്. അപ്പം അവിടെയും ഗുണം വർക്ക് ചെയ്യുന്നുണ്ടാണ്. തമസ് നമ്മളിപ്പം രാവിലെ എഴുന്നേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു അവിടെ സത്വരജ തമോ ഗുണങ്ങൾ പ്രവർത്തിക്കും. അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേനും എല്ലാവരും ലയിച്ച് കിടന്നുറങ്ങും, അല്ലേ? ആ ഉറക്കം എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞാൽ സകലതും മാഞ്ഞു പോകും.
ഉണർന്നു വന്നാൽ പിന്നെ ഓർമ്മ കിട്ടും. ആ ഓർമ്മ കിട്ടുന്നത് എന്താ? എന്തൊക്കെ എവിടെ ഉണ്ടെന്ന് അറിയുന്നതും അറിവാണല്ലോ. ഒരു കാര്യം അറിയെന്ന് പറയണേലും അറിയില്ല എന്ന് പറയണമെങ്കിൽ അറിവ് വേണമെന്ന്. അപ്പൊ ഈ ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാതെ നമുക്കൊന്ന് ഓർമ്മിക്കാനോ ഏത് തരത്തിലുള്ള അറിവും നമ്മളിൽ പ്രകടമാകണമെങ്കിൽ, ഇല്ലെങ്കിൽ എന്തെങ്കിലും അറിവ് ഉണ്ടായെന്ന് മറന്ന് ഒരു നിമിഷത്തേക്കാണെങ്കിലും ബ്ലാങ്ക് ആയി പോകുന്നുണ്ടെങ്കിലും അത് ഭഗവാന്റെ അനുഗ്രഹം. ഭഗവാൻ അല്ലാതെ ഒന്നുമില്ല. അതുകൊണ്ടാണ് വേദം എന്ന് പറയുന്നത്. എല്ലാ തരത്തിലും അറിയേണ്ടവനും അറിയപ്പെടേണ്ടവനും അറിവിന്റെ അധികാരിയും ഭഗവാൻ തന്നെയാകുന്നു. അതാണ് വേദൈശ സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത്വേവ വിദേവജാഹം എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ മറ്റുള്ളതിലൊക്കെ ഇരിക്കുന്നതിൽ കാര്യമായിട്ട് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ആ ജീവൻ ഭഗവാന്റെ അംശം തന്നെയാണ്. അതാണ് ആജ്ഞാചക്രത്തിലാണ് നമുക്ക് സ്ഥിരാകേന്ദ്രം. ഏത് തരത്തിൽ നല്ലതും ചീത്തയായിട്ടുള്ള തോന്നലുകളുടെ ഉത്ഭവം നമുക്ക് ആജ്ഞ നൽകുന്നത് പോലെ നമുക്ക് എന്ത് തോന്നിയാലും അവരവർക്ക് തോന്നുന്നത് അനുസരിച്ചല്ലേ പ്രവർത്തിക്കൂ, അല്ലേ? വേറെ ആളിപ്പോ ഞാൻ എന്തെങ്കിലും നിങ്ങളോട് ഇന്നത് ചെയ്യൂ എന്ന് പറഞ്ഞാലും നിങ്ങൾക്കത് ചെയ്യാൻ തോന്നിയാൽ ഈ തോന്നലാണ് ആജ്ഞാചക്രത്തിന്റെ ആജ്ഞ നൽകുന്നത് എന്നർത്ഥം. അപ്പൊ വെറുതെ അല്ല, നല്ലതോ ചീത്തയായിട്ടുള്ള തോന്നലുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ഈശ്വരന്റെ പ്രതിഭാസം, ഈശ്വര ശക്തി, ജീവൻ നമ്മുടെ ഹൃദയസ്ഥാനത്ത് ഇരുന്നു കൊണ്ടാണ് നമുക്ക് ആ തോന്നലുകൾ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാ? എങ്ങനെ ഉണ്ടാകുന്നത്? അറിവിന്റെ പ്രേരണ കൊണ്ട്. ആ അറിവാണ് യഥാർത്ഥത്തിൽ, ആ അറിവാണ് മറന്നു പോകാൻ ഇടവരുന്നതും അത് തന്നെ ഓർമ്മിച്ചു തരുന്നതും ഈ ആജ്ഞാചക്രത്തിലിരിക്കുന്ന ജീവ ആത്മശക്തിയാണ് അതിൻ്റെ അധിഷ്ഠാനം. അത് ഞാൻ തന്നെ. അപ്പം ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ നമ്മുടെ ശരീരത്തിലുള്ള ഈ 3 കാര്യങ്ങൾ മറക്കാതിരുന്നാൽ മതി. മൂഢത്വം മാറണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ഏത് തരത്തിലുള്ള അറിവ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, പ്രകടമാകുന്നുണ്ടെങ്കിൽ അതും ഈശ്വരനാണ്. കിട്ടിയ അറിവ് മറന്നു പോകുന്നുണ്ടെങ്കിൽ അതും ഈശ്വരനാണ്. ആ മറന്നുപോയ അറിവ് തിരിച്ച് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അതും ഈശ്വരനാണ്. ആ ഒരു അറിവ്, ഇതൊക്കെ നടക്കുന്ന എവിടെ? നമ്മുടെ ശരീരത്താണ്. ജീവൻ ശരീരത്തെ ജീവനോടെ ഇരിക്കുമ്പോഴാണ് ഈ 3 പ്രോസസ്സും നിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിലപ്പം, എനിക്ക് തന്നെ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്, എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് പോയാൽ ഒരു നിമിഷത്തേക്ക് ബ്ലാങ്ക് ആയിപ്പോകും. എന്തിനാ ഞാൻ വന്നേന്ന് തോന്നും. അത് കുറച്ച് ഇപ്പൊ ഈ 10-60 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് അങ്ങനെയുള്ള പ്രോബ്ലം. മറ്റേ കൃത്യമായിട്ടൊക്കെ പ്രവർത്തിക്കുക. അപ്പൊ ഇടയ്ക്ക് ഒരു സമയത്തേക്ക് പെട്ടെന്ന് ബ്ലാങ്ക് ആയിപ്പോകും. പിന്നെ പെട്ടെന്ന് ഓർമ്മ വരും. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഓർമ്മ വരണം എന്തിനാ പോയെന്ന്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭൗതികമായിക്കോട്ടെ ആത്മീയമായിക്കോട്ടെ അറിവ് നമ്മൾ പ്രകാശിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ജീവൻ, ആത്മബോധം ഉണ്ടായിരിക്കണം. ഉണ്ടെങ്കിലേ ഞാനെന്നും എൻ്റെ എന്നുള്ള എൻ്റെ പേര് ഒരു ഓർമ്മ കിട്ടണം. വേണ്ടേ? ഇല്ലെങ്കിൽ ബ്ലാങ്ക് ആയി പോകും. അപ്പൊ അത് ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ്. ശരീരത്തിന്റെ പ്രതിരോധ ശക്തി പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ചന്ദ്രപ്രകാശത്തിന് കിട്ടുന്ന, നമ്മുടെ ശരീരം കർമ്മകുശലത എന്ന ഊർജ്ജസ്വലത കിട്ടുന്ന സൂര്യനിൽ നിന്നാണ്. ആ ശരീരത്തിന് രോഗങ്ങളൊന്നും വരാതെ കാത്തു സംരക്ഷിക്കുന്നത് ചന്ദ്രനിൽ നിന്നാണ് കിട്ടുന്നത്. ഇനി ശരീരത്തിന് നമ്മളെ അന്നമയമായ ശരീരത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള ആഹാരം കഴിച്ചാലും അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. അത് ദിവസവും ദഹിപ്പിച്ച് ശരീരത്തെ പോഷിപ്പിച്ച് നിലനിർത്തുന്നത്. നമുക്ക് ആ ആഹാരത്തെ പറ്റിയോ ഇല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെ പറ്റിയോ അതിനുള്ള അറിവും അത് മറന്നു പോകുന്നുണ്ടെങ്കിൽ അത് ഓർപ്പിച്ചു തരുന്നതും എല്ലാം ഭഗവാൻ. 100% ശരീരത്തിലെ ഓരോ പ്രക്രിയയും നടക്കുന്നത് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് അറിഞ്ഞുകൊണ്ട് ദേവാൻ ഭാവയതാനേന തേ ദേവ ഭാവയന്തുവാഘ പരസ്പരം ഭാവയന്തകശ്രയ പരമവാപ്സിതാം. ഈ ഈശ്വര ശക്തിയെ പോഷിപ്പിക്കൂ. ആ പോഷിപ്പിക്കാനാണ് ജപതപാദികൾ ചെയ്യാൻ പറയുന്നത്. കലിയുഗത്തിൽ ഏറ്റവും എളുപ്പമാണ് പ്രാണായാമം കൊണ്ടോ ജ്ഞാനസാധന കൊണ്ടോ ജപതപാദികൾ കൊണ്ടോ ഇനി യോഗാദി അടിസ്ഥാനങ്ങളെ കൊണ്ടോ പ്രാണായാമം കൊണ്ടോ ഒക്കെ ചെയ്യുന്നതിൽ എളുപ്പമായ സംഗതി എന്താ? സ്വയം ഇരിക്കുന്നിടത്തിരുന്നുകൊണ്ട് 10 നാമം ജപിച്ച അത് കേൾക്കുക.
അതിൽ ശബ്ദബ്രഹ്മോ അക്ഷരബ്രഹ്മോ ഉപയോഗിച്ചുകൊണ്ട് ചെയ്താൽ അവിടെ ഈശ്വരന്റെ ശക്തി നമ്മളിൽ കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ ആത്മശക്തി ഉണർന്നാൽ നമ്മൾ ആത്മബോധത്തോടുകൂടി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മളിൽ ഇടപെടുന്നവരിലും പുറത്തു നിന്നുള്ളതും ഏത് തരത്തിലും ഈശ്വരന്റെ ശക്തിയെ നമുക്ക് ആ ദൃഷ്ടിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴാണ് അത് ഈശ്വര സാക്ഷാത്കാരമാകാം. അതായത് ഈശ്വരനെ അനുഭവിച്ചറിയാനുള്ളതാണ്. വെറുതെ വിശ്വസിച്ചത് കൊണ്ടായില്ല. നമ്മുടെ ചിന്തയിലും വാക്കിലും ഈശ്വര ശക്തി പ്രവർത്തിക്കുന്നത്, നമ്മുടെ ശരീരത്തിലും പ്രവർത്തിക്കുന്നതും നിമിഷം ശരീരത്തെ നിലനിർത്തുന്നതും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. നമ്മൾ അത് കീപ്പപ്പ് ചെയ്യാൻ അധികാരം മാത്രമേ ഉള്ളൂ. ശരീരത്തിന്റെ സൂക്ഷിപ്പുകാരാണ് നമ്മൾ. ആ ശരീരത്തിലാണ് ഈ പ്രക്രിയകളൊക്കെ നടക്കുന്നത്. ഈ ശരീരത്തിലൂടെ വേണം ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നമുക്ക് എത്താൻ. ശരീരമില്ലെങ്കിൽ സൂക്ഷ്മ ശരീരം കൊണ്ടൊന്നും പ്രവർത്തിതമല്ല. അതിനു വേണ്ടിയിട്ടാണ് ശരീരം കിട്ടിയിരിക്കുന്നത്. ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് ഈ പച്ചയായ ധർമ്മക്ഷേത്രമാകുന്ന ശരീരം നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിന് ക്ഷതപ്പെടാതെ കാത്തു രക്ഷിക്കണമെങ്കിലും ഈശ്വരന്റെ അനുഗ്രഹം തന്നെ വേണം എന്നറിയുക. ഈ അറിവാണ് ഏറ്റവും വലിയ അറിവ്. ശരീരത്തെ പറ്റിയും ശരീരത്തിലിരിക്കുന്ന ഈശ്വരനെ പറ്റിയും മനസ്സിലാക്കിക്കൊണ്ട് ആ ഈശ്വരന്റെ ഇച്ഛയനുസരിച്ചുകൊണ്ട് നമ്മൾ അതിന് നിമിഷം ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും സാധിച്ചാൽ അതാണ് ഈശ്വരീയ അനുഭവത്തിലേക്ക് എത്തിക്കുമ്പോൾ അത് ഈശ്വര സാക്ഷാത്കാരമാണ്. ഈശ്വരനെ അനുഭവിച്ചറിയാനുള്ളതാണ്. അല്ലാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. അനുഭവിച്ചറിയാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഭാഗം ഇവിടെ സമർപ്പിക്കാം. ആ 5 ശ്ലോകങ്ങളൊന്ന് പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ യജ്ഞം ഈ 11ാമത്തെ ശ്ലോകം തൊട്ട് 15 വരെയാണ് ഇന്ന് ചിന്തിച്ചത്. യതന്തോ യോഗിനശൈനം പശ്യന്റെ ആത്മന്നവസ്ഥിതം യതന്തോ അപകൃതാത്മനോ നൈനം പശ്യന്തി ചേതസഃ യദാദിത്യഗതം തേജോ ജഗൽഭാസയതി അഖിലം യന്ദ്രമസ്യേച്ഛാക്തോ തത്തേജോ വിധിമാമകം ഗാമാവശ്യ ഭൂതാനി ധാരായാമ്യകമോജസാ പുഷ്ണാവിച്ചൗഷധി സർവേ സോമോ ഭൂത്വാ രസാത്മക അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണാപാന സമായുക്തക പചാമന്നം ചതുർവിധം സർവസ്യ ജാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനമാബോഹരം ച വേദൈശ്ച സർവൈരഘമേവ വേദ്യോ വേദാന്തഗൃദേവ വിദേവ ദ്വേദവിദേവ ചാഹം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ഓം പീതാംബരം കരവിലാശംഖചക്രം കൗമോദകീം സരശങ്കരണാസമുദ്രം രാധാസഖായമതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദിഭാവയാമി. നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം.